സജീവമാകുമ്പോൾ മാധ്യമങ്ങളും കൂടുതൽ സജീവമാകും. നമുക്ക് ഇനിയിപ്പോ കേരളത്തിൽ 2 പൊതു തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ഒന്ന് ഒരു ലോക്കൽ ഇലക്ഷൻ, അതുപോലെ തന്നെ കേരള നിയമസഭയിലേക്കുള്ള ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. മാധ്യമങ്ങളിൽ ഇനി ക്രോസ് ഫയറുകൾ കാണാം, പോർക്കടങ്ങൾ കാണാം, അങ്ങനെ വിവിധ പരിപാടികളുണ്ട്. മാധ്യമരംഗമൊക്കെ സജീവമാകുന്ന ഒരു സമയമാണിത്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ജോണി ലോക്കോസിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. നമ്മൾ ഈ 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു പൊതു നിലപാടുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പുകളും നമുക്ക് പുതിയ പാഠങ്ങൾ നൽകുന്നു. എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു പൊതു നിലപാടിലേക്ക് താങ്കളുടെ ചാനലായാലും മറ്റു മാധ്യമങ്ങളും പോകാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഒരു ആന്റിസിപ്പേഷൻ, ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരാനുള്ള ഒരു ആന്റിസിപ്പേഷൻ, അതിൽ എന്താണ് ഒരു നിലപാട് രൂപപ്പെടാനുള്ള സാധ്യത? കിഷോർ, അത് ഒരു തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാനലുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ മാധ്യമത്തെ സംബന്ധിച്ചും. നേരത്തെ അത് 5 വർഷത്തിലൊരിക്കലേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ആയി വീണ്ടും വന്ന് അതിൻ്റെ ആ ഒരു ഷീനൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ആശയങ്ങൾ ആലോചിക്കാനും അത് നടപ്പാക്കാനും അങ്ങനെ പ്രേക്ഷക ശ്രദ്ധ നേടാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികൾ മത്സരിക്കുന്നത് പോലെ തന്നെ ചാനലുകളും മാധ്യമങ്ങളും തമ്മിൽ ഒരു മത്സരമുണ്ട്. അപ്പൊ ആ മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നല്ല ആശയങ്ങൾ കൊണ്ടുവരിക, ആ ആശയങ്ങൾ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നടപ്പാക്കുക, എത്രയും വേഗം ആദ്യം തന്നെ അത് കളത്തിലിറങ്ങി നടപ്പാക്കി തുടങ്ങുക, വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസും പ്രോഗ്രാംസും ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു വ്യത്യാസമുള്ളത് അന്തരീക്ഷം കുറച്ചും കൂടെ സർചാർജിലാണ്. ഇപ്പോൾ നേരത്തെയൊക്കെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ചാനൽ, ഏത് പക്ഷത്ത് നിൽക്കുന്നവരാണെന്നുള്ള പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അണികളും നേതാക്കളും ഈ മാധ്യമ പ്രവർത്തകരും ഒക്കെ തമ്മിൽ കുറച്ചുകൂടി ഒരു ഇഴയെളുപ്പം ഉണ്ടായിരുന്നു. ഇപ്പോ പലപ്പോഴും അവരുടെ പ്രോസ്പെക്റ്റിനെ തന്നെ ബാധിക്കും എന്നുള്ള തലയിൽ വരുമ്പോൾ അവർ തന്നെ എന്താണ് കുറച്ച് പേഴ്സണലായിട്ട് എടുക്കുക, അവരുടെ ശത്രുപക്ഷത്തെ നിർത്തുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു മാധ്യമത്തിന്റെ ഒരു ചാനലിലുണ്ടെങ്കിൽ ആ ചാനലിന്റെ അത് ചെയ്യുന്ന ആളിന്റെ ഹിസ്റ്ററി തേടി പോവുക. അവൻ ഏതെങ്കിലും കാലത്ത് പഠിച്ചിരുന്നപ്പോഴത്തേക്കും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോ അഫിലിയേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചാണ് ഇത് ചെയ്തെന്ന് വരുത്തുക. അങ്ങനെ ഒരുപാട് മോട്ടീവ്സ് ആരോപിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആയിട്ട് ഇത് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ആസ്വദിച്ച് ചെയ്തിരുന്നതാണെങ്കിൽ ഇപ്പോ ഈ മോട്ടീവൊക്കെ ആരോപിക്കാൻ തുടങ്ങിയതിന് ശേഷം ശരിക്കും വല്ലാത്ത ഒരു വെല്ലുവിളി ഉള്ള ഒരു സമയം കൂടിയായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ ശ്രീകണ്ഠൻ ഇവിടെ ഇരിപ്പുണ്ട്. ചില കാര്യങ്ങളിലെ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇപ്പൊ ശ്രീകണ്ഠൻ തന്നെ അറിയാം, കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലെ പാലക്കാട് മണ്ഡലത്തില് ശ്രീകണ്ഠൻ സർവേകളിൽ, ഞങ്ങളുടെ മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള സർവേകളിൽ ശ്രീകണ്ഠൻ ജയിക്കില്ല എന്നായിരുന്നു. കാരണം പാലക്കാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ പൊതു രാഷ്ട്രീയ കാലാവസ്ഥയും എല്ലാം വെച്ച് ആളുകളോട് ചോദിച്ച് അവർ ഒരു ഏജൻസി ഏൽപ്പിച്ച ഏജൻസി തരുന്ന ഫലമാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ഞങ്ങളാരും കണ്ടുപിടിക്കുന്നതല്ല. പക്ഷെ അത് ആയിരുന്നില്ല സത്യം. ശ്രീകണ്ഠൻ അവിടെ ജയിച്ചു. അതായത് അത്ര എളുപ്പമല്ലെന്ന് ഓർക്കണം. അതുപോലെ ഒരു സ്ഥലത്ത് ഈ മാധ്യമങ്ങളുടെ എല്ലാ പ്രവചനങ്ങളെയും അതിജീവിച്ച് ശ്രീകണ്ഠൻ ജയിച്ചു എന്നുള്ളത്. പക്ഷെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അന്ന് ബാക്കിയുള്ളവരൊക്കെ ജയിക്കുമ്പോഴും അവിടെ ജയിക്കില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓർക്കാൻ പറ്റുന്ന ഒരു അനുഭവമല്ല. അതിൽ സുരേഷ് ഗോപി ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ തോക്കുമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ 3ാം സ്ഥാനത്താവൂന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഞങ്ങളാരും കണ്ടുപിടിച്ചതല്ല. ആ സർവേയിൽ വന്നപ്പോൾ അതിനകത്ത് കണ്ട ഫലം അതായിരുന്നു. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പൊ ട്രംപിന് വോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ട്രംപിനാണ് വോട്ട് ചെയ്യുന്നത് പറയാത്തതുപോലെ പല കാരണങ്ങൾ കൊണ്ടും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ ചോദിക്കുമ്പോൾ നേരെ തിരിച്ചേ പറയുള്ളൂ. ഞാൻ സുരേഷ് ഗോപിക്കാണെന്ന് പറയില്ല. അതുകൊണ്ട് പക്ഷെ സുരേഷ് ഗോപി ജയിച്ചു. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ ഒരു കാര്യം ഇടപെട്ട് ചോദിക്കട്ടെ സാർ, ഞാൻ പ്രധാനമാണ് സാർ. ഈ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഒരാൾ തോൽക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയെ ബാധിക്കില്ലേ? സ്വാഭാവികമായും ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ തോൽക്കുമെന്ന് പറയുമ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഒരു ശതമാനം വിചാരിച്ചാൽ പോലും ജയിക്കാൻ പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആർക്കെങ്കിലും ഒന്ന് ജയിക്കാൻ പോകുന്നത് ഇദ്ദേഹമായതുകൊണ്ട് വോട്ട് ചെയ്തേക്കാം. അന്നത്തെ മാനസികാവസ്ഥ സ്വാഭാവികമായും എം പി പറയാനുണ്ടാവും. എം പി ചിരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് അതുകൊണ്ട് അതിപ്പോ വളരെ പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. മനോരമ തോൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമൊന്നുമല്ലേ പല ചാനലുകളും പറഞ്ഞിട്ടുണ്ട്. അതായത്
കേരളത്തിലെ ഭൂരിപക്ഷത്തിലല്ല. ഞാൻ തോൽക്കുന്നു പറഞ്ഞാൽ എനിക്ക് അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. 3ാം സ്ഥാനത്ത് പോകുമ്പോൾ നമ്മൾ തോൽച്ചു. സുരേഷ് ഗോപി മാത്രമല്ല, അത് കേരളത്തിൽ പൊതുവെയുള്ളൊരു സംഘടനാ സംവിധാനവും രാഷ്ട്രീയ മുന്നണിയുടെയും ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിക്ക് കേൾക്കേണ്ടി വന്നത്. പക്ഷെ എനിക്കെന്താ പാലക്കാട് 3ാം സ്ഥാനം എന്നുള്ളത് ഞാൻ വളരെയധികം ആശങ്കയോടുകൂടിയാണ് കണ്ടത്. പക്ഷെ ആദ്യം ഒരു സർവേ വന്നപ്പോൾ ഇത് ഈ ഇലക്ഷൻ സമയം എന്ന് വെച്ചാൽ ആകെ 15-20 ദിവസമാണ് ക്യാമ്പയിൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ട് ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ചയിൽ മിക്കവാറും പേര് സ്ഥാനാർത്ഥി നേരെ ഉറപ്പായിട്ട് തോന്നും. അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ പുകത്തിയിട്ടാണ് എന്നെ പറയുന്നത്. 2 ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സർവേ ഉണ്ട്. ആ സർവേ എല്ലാവരും നടത്തിയിട്ടില്ല. സർവേ നടത്തിയതൊക്കെ ഞാൻ തോൽക്കുന്നുണ്ട്. 3 എക്സിറ്റ് പോൾ ഉണ്ട്. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് റിസൾട്ട്. എക്സിറ്റ് പോളിൽ ഇതേപോലെ ഞാൻ 3ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തൊക്കെ ആയിരുന്നു. അപ്പൊ തുടർച്ചയായി എന്നെ തോൽപ്പിക്കലായിരുന്നു ചാനലുകാരുടെ പ്രധാന ഡ്യൂട്ടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലൊരു പോസിറ്റീവ് വശം എനിക്കുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ചാനൽ മാറി മാറി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രവർത്തകർ വല്ലാതെ നിരാശരാകും. ഇപ്പൊ രാവിലെ ക്യാമ്പയിൻ ഇറങ്ങുമ്പോൾ കൂടെ വന്നവർ പറയും ഇനിയിപ്പോൾ നമ്മൾ പോകണം, 3ാം സ്ഥാനത്തൊക്കെയാണ്, എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം പകരേണ്ട ജോലി കൂടി ഇരിക്കായി. 2 ഒരു വിഭാഗം പ്രവർത്തകർ അങ്ങനെ മനോരമ തോൽക്കുന്നു പറഞ്ഞാൽ, മാതൃഭൂമി തോൽക്കുന്നു പറഞ്ഞാൽ നമ്മൾ അങ്ങ് തോൽക്കുമോ എന്നാൽ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങിയവരുണ്ട്. അങ്ങനെ എനിക്കൊരു ഗുണമുണ്ടായിട്ടുണ്ട്, മുഴുവൻ നെഗറ്റീവ് അല്ല. പിന്നെ ഈ സമയത്ത് ഞാനൊരു മാധ്യമത്തിന്റെ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി, പേര് പറയുന്നില്ല, മാധ്യമം പറയുന്നു, ഞാൻ ചോദിച്ചത് എന്താ എങ്ങനെയാണ് നിങ്ങളുടെ നിഗമനം ചോദിച്ചു. അയ്യോ അത് ഞങ്ങളല്ല, അത് ഞങ്ങളൊരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുക. നേരത്തെ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുക. ഏജൻസി നടത്തിയ സർവേയിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് നേരിട്ട് അതിൽ റോളില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാധ്യമങ്ങൾ അവർ നടത്തിയ സർവേ ഏറെക്കുറെ ശരിയായി എന്നുള്ള അവകാശവാദം ഉന്നയിക്കും. ഞങ്ങളുടെ സർവേ ആണ് 90% ശരിയായത്, 98% ഞങ്ങളുടെ സർവേ ശരിയായി. പറഞ്ഞു ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങളുടെ സർവേ എന്ന് പറഞ്ഞു ഏജൻസി നടത്തിയ സർവേ എന്ന് പറഞ്ഞില്ല. നേരത്തെ ഞാൻ ചോദിച്ചു പറഞ്ഞത് ഏജൻസി നടത്തിയതാണ്, അവർക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല. പിന്നെ ക്രെഡിറ്റ് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ മെച്ചാണ് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞാണ് ശരി എന്ന് വാദിക്കുന്നതും മാധ്യമങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ സ്വാഭാവികമായിട്ടും ഇത് ഈ ക്യാമ്പയിനിൽ ഹാഷ്മി അന്ന് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയാണ് അസംബ്ലി ഇലക്ഷൻ വളരെ കൃത്യമായി പ്രവചിച്ചതും ഏകദേശം അത് കറക്റ്റായി വന്നതും. ഒരു പക്ഷേ ആ അനുഭവം ചിലപ്പോൾ ഹാഷ്മിക്ക് പറയാൻ. അതിനിടയ്ക്ക് ഒരു മിനിറ്റ്, ഇത് ഈ മാധ്യമത്തിലെ അവരെ റിപ്പോർട്ടേഴ്സോ അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവരോ അല്ല. മാതൃഭൂമിയിൽ അതിന് മാതൃഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേണു വന്ന് മാതൃഭൂമിയിൽ ഈ എക്സിറ്റ് പോള് പിന്നെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നവരെയാണ് ഇവർ ആക്ഷനൊക്കെ ഇങ്ങനെ അയ്യേ. അപ്പൊ എന്നെ പ്രതികരിച്ച് KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ചർച്ചയാണ് ഈ എക്സിറ്റ് പോളിന്റെ ഫലം. അപ്പോ ജ്യോതികുമാർ ഇരിക്കും അടുത്ത് പാലക്കാടാണ്. പാലക്കാട് ഇങ്ങനെ ശതമാനം റിസൾട്ടൊക്കെ കാണിക്കുകയാണ്. അപ്പൊ വേറൊരു തലയെ കൈവച്ചിട്ട് അയ്യേ ആദ്യമായി പാലക്കാട് 3ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് ജ്യോതികുമാറിനെ കളിയേക്കാൻ. റിസൾട്ട് വന്ന പോലെയാണ്. സ്വാഭാവികമായിട്ട് അതൊന്നും ഇവരുടെ അല്ല, ഇത് നടത്തിയ സർവേ ആണ്. ഇത് മാതൃഭൂമിയുടെ മനോരമയുടെ ഒന്നും നിലപാടുമല്ല. അതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇലക്ഷന്റെ സമയത്ത് ഇവരുടെ ഈ പ്രഖ്യാപനം പല രീതിയിലും സ്വാധീനിക്കപ്പെടും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ആകെ 11,000 വോട്ടിനാണ് ജയിക്കുന്നത്. ഒരു പാർലമെന്റ് മണ്ഡലമാണ്. 1% വോട്ടില്ല ഭൂരിപക്ഷം. അപ്പൊ ആ 1% 1/2% ബാധിക്കും ഇത്തരത്തിലുള്ള അഭിപ്രായ വോട്ടുകൾ. അതാണ് എക്സിറ്റ് പോൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം പാടുമ്പോൾ നിയമം വന്നത് അതുകൊണ്ടാണ് അതിന് റെസ്ട്രിക്ഷൻസ് വന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ആദ്യത്തെ പ്രാവശ്യം വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. 5 വർഷം ഞാൻ നന്നായി കഷ്ടപ്പെട്ടിട്ട് പ്രവർത്തിച്ച് 2ാമത്തെ പ്രാവശ്യം ഇവര് എനിക്കൊരു 50,000 വോട്ടിന്റെ തോൽവിയാണ് പ്രവചിച്ചത്. പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതിനൊക്കെ മറികടന്ന് 75,000 വോട്ട് ജയിക്കാൻ കഴിഞ്ഞത് മാധ്യമങ്ങളെ കൂടി തോൽപ്പിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. യൂറോപ്പ് ഇലക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും മാധ്യമങ്ങൾക്ക് എന്താണ് വലിയ എക്സൈറ്റ്മെന്റ് നൽകുന്നതാണ്. മാത്രമല്ല അത് കാണുന്നവർക്ക് നമുക്ക് വലിയ ഈ പറഞ്ഞ എക്സിറ്റ് പോൾ അവതരണത്തിൽ അല്ലെങ്കിൽ ആ പോകുന്ന സമയത്ത് നല്ല റേറ്റിംഗ് പോയിന്റുകൾ തരുന്ന സമയമാണ്. അപ്പോൾ അത് കാണുന്നവർക്കും എക്സൈറ്റ്മെന്റ് ഉറപ്പായുണ്ട്. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തും അത്രയും എക്സൈറ്റ്മെന്റ് തരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ആവശ്യത്തിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നവൻ എക്സിറ്റ് പോൾ റിസൾട്ട് ചെയ്യണം തോറ്റു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും ആവശ്യം വരുന്നത് അതുകൊണ്ടാണ്. മാതൃഭൂമിയിലായിരുന്നു. മാതൃഭൂമി എന്താണെന്ന് നമ്മുടെ പ്രൊഫഷണൽ ഏജൻസിയാണ് ഏൽപ്പിച്ചത്.
ഏതാണ്ട് അടുത്ത് വന്നിരുന്നു. അതിന് 24 വന്നതിന് ശേഷവും നമ്മൾ നടത്തിയ സർവേകൾ ഏതാണ്ട് അടുത്ത് പോയിരുന്നില്ല. ഏതാണ്ട് അടുത്ത് എന്നെ പറയാൻ കഴിയുള്ളൂ. അതിന്റെ ഒരു എറർ ഫാക്ടർ നമുക്ക് കൂടെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതിന് ഇത്രയും ചിലപ്പോൾ ആവാം, ചിലപ്പോൾ തോക്കാം എന്നുകൂടി നമുക്ക് കൂടത്തി പറഞ്ഞു നോക്കും. ഇത് ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ചേട്ടൻ ചോദിക്കായിരിക്കും. ഈ ഇതിന്റെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളതാണ്, ശ്രീകണ്ഠൻ നിരാശനാവണ്ട. കാരണം എന്താ പറഞ്ഞാൽ മലയാളിയുടെ ഒരു സ്വാഭാവികമായ മാനസികാവസ്ഥയുണ്ട്. ഈ ചാനലുകളിൽ അല്ലെങ്കിൽ സർവേകൾ, എക്സിറ്റ് പോൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രീ പോൾ സർവേയിൽ ഇയാൾ തോക്കെന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ജയിപ്പിച്ചിട്ടുള്ള പരിപാടികൾ. അതാണ് മലയാളിയുടെ ഒരു മാനസികാവസ്ഥ. ഞാൻ ചോദിക്കുന്നത്, ഈ അമേരിക്കയിലൊക്കെ പ്രധാന മാധ്യമങ്ങളൊക്കെ അത് ആവർത്തിക്കാനുള്ള പരിപാടിയാണ്. അമേരിക്കയിലൊക്കെ പൊതുവെ മാധ്യമങ്ങൾ രണ്ട് പക്ഷങ്ങളും കവർ ചെയ്യുമെങ്കിലും അവർക്ക് ഒരു പക്ഷം എൻഡോഴ്സ് ചെയ്യുമല്ലോ കാൻഡിഡേറ്റ്സിനെ പൊതുവെ. അപ്പൊ കേരളത്തിൽ നമ്മൾ അങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ പല മാധ്യമ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായ പക്ഷം പിടിക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ വ്യക്തമായ പക്ഷം പിടിക്കുന്ന അവതാരകന്മാരെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിപ്പോ ഞാൻ ഒരാളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ആ ചോദ്യം ഈ ഒരു മാറുന്ന സാഹചര്യത്തിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ പക്ഷം, ഞങ്ങൾ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഈ പക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു, അവരുടെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിന് നല്ലത്, വ്യക്തമായ ഒരു പക്ഷം പിടിക്കുന്ന ഒരു ട്രെൻഡ് ഇനി കേരളത്തിൽ വരാൻ സാധ്യത ഇതുവരെ അതുണ്ടായിട്ടില്ല. ഇതൊരു ആംബിഗ്വിറ്റി ഉണ്ടല്ലോ, രണ്ടുപേർക്കും ഒരേപോലത്തെ സമയം കൊടുക്കുന്നത്. ഇപ്പോ പക്ഷെ നമ്മൾ കാണുന്നത് വളരെ പ്രകടമായ ഒരു എൻഡോഴ്സ്മെന്റ്, അല്ലെങ്കിൽ ഇതാണ് എന്റെ നിലപാട്, ഇതാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ചാനലിന്റെ നിലപാട് എന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരു സാധ്യത വരും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾ അതായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, പക്ഷെ നിങ്ങൾ ആ രാഷ്ട്രീയം വ്യക്തമായി പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വക നൽകുന്നുണ്ട്. അബ്ജൂദിൽ തുടങ്ങിയിട്ട് ഞാൻ സൂചിപ്പിക്കട്ടെ. എനിക്ക് തോന്നുന്നത് സുജയ് ലക്ഷ്യമിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോ രണ്ട് കാര്യമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഒന്ന്, നമ്മള് ഇപ്പൊ അങ്ങനെ ഒരു എഡിറ്റോറിയൽ നിലപാട്, ഇപ്പൊ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ വാർത്തകളിൽ പ്രതിഫലിക്കാറുണ്ട്. ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായി പ്രതിഫലിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്, പക്ഷെ അതെല്ലാം എന്റെ രാഷ്ട്രീയം ഒരു വിശാല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യരുടെ സ്വാതന്ത്ര്യം, മനുഷ്യരുടെ അവകാശങ്ങൾ, മനുഷ്യാവകാശം ഇതൊക്കെയാണ്. രണ്ടാമത്, ഈ കൃഷ്ണവിശ്വാസം ചോദിച്ചതുപോലെ ഒരാൾ വന്ന് പ്രത്യക്ഷത്തിൽ നരേന്ദ്രമോദിയെ, ഒരാള് പിണറായി വിജയനെ, ഇയാളെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ചോക്ലേറ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ആൾക്കാരത് അതിനൊരു വിപണി മൂല്യം ഉണ്ട് എന്ന് കണ്ടിട്ട് അങ്ങനെ വിൽക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു മാർക്കറ്റിംഗ് ടൂൾ ആണോ സുജയ? മാർക്കറ്റിംഗ് ടൂളല്ല, ഞങ്ങൾക്ക് അതിനുള്ള ഗട്ട്സ് ഉണ്ട് എന്നതാണ്. കാരണം സ്വന്തം രാഷ്ട്രീയം മറച്ചു വെക്കുന്നതിനേക്കാൾ ഇതാണ് എന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ കുറച്ച് ഗട്ട്സ് വേണം. ആ ഗട്ട്സ് മീഡിയയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യാനും കഴിയുകയുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ടാലന്റിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് തെറ്റില്ല എന്നതാണ് എന്റെ ഒപ്പീനിയൻ. അത് എക്സ്പ്രസ് ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് എനിക്ക് വിപണി മൂല്യം കുറഞ്ഞിട്ടുമില്ല, വിപണി മൂല്യം കൂടുകയാണ് എനിക്കും ചാനലിനും ഉണ്ടായിട്ടുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത് റേറ്റിംഗിലായാലും ഓഡിയൻസിന്റെ പെർസെപ്ഷനിലായാലും നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. വിപണി മൂല്യം, അത് ചോക്ലേറ്റ് എന്ന് ഉപയോഗിച്ചത്, ഇത് ചോക്ലേറ്റ് അല്ല, ഇത് ഹാർഡ് റോക്ക് ആണ്. അപ്പോ ചോക്ലേറ്റ് എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. ചോക്ലേറ്റ് എന്ന് പറയുന്നത് വളരെ മൃദുലമായ ഒരു സാധനമാണല്ലോ, അങ്ങനെയല്ല. ഇത് ഹാർഡ് റോക്ക് ആണ്, ഹാർഡ് പൊളിറ്റിക്സുമാണ്. അപ്പോ ഇതിന്റെ ഇനി ഇലക്ഷൻസിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് 2024 ലോക്സഭാ ഇലക്ഷനിൽ ഞങ്ങളൊരു എക്സിറ്റ് പോൾ, ഞങ്ങളുടെ ഓൺ എക്സിറ്റ് പോൾ വിതൗട്ട് ഏജൻസീസ്, ഞങ്ങളുടെ ഓൺ എക്സിറ്റ് പോളിൽ നല്ല ഭൂരിപക്ഷത്തോടെ വി കെ ശ്രീകണ്ഠനെ ഞങ്ങൾ പാലക്കാട് വിജയിപ്പിച്ചിരുന്നു. അന്ന് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. താങ്കളാണ് ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ലൈവിൽ തന്നെ നമ്മൾ ആ പരിപാടിയിൽ കണക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതാണ് ഞങ്ങളുടെ എഡിറ്റേഴ്സിന്റെ ഒരു ടേക്ക്. സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പറഞ്ഞ ഏക മാധ്യമ പ്രവർത്തകയാണ് ഞാൻ. അപ്പോ ചാനലും സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ളതിനോട് സെക്കൻഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്റെ പോയിന്റ്സ് ഞാൻ എന്താണെന്നുള്ളത്, എത്ര ഭൂരിപക്ഷമായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രിഡിക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല, കനൽ ഒരു തരിയായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രിഡിക്ട് ചെയ്തിരുന്നു. മാത്രമല്ല വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള ഏക പ്രഡിക്ഷൻ തെറ്റിപ്പോയത് നമ്മുടെ ഇതാണ്, ആലത്തൂരായിരുന്നില്ല. നമ്മൾ ആലത്തൂര് കെ രാധാകൃഷ്ണനോ രമ്യ എന്നുള്ളതിൽ കെ രാധാകൃഷ്ണനിലേക്ക് ഫൈനലിയാണ് നമ്മൾ എത്തിയത്. രമ്യക്ക് ചാൻസസ് അവസാനം വരെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എക്സിറ്റ് പോൾ ആയപ്പോഴേക്കുമാണ്, അത് മാത്രമാണ് ഏക തെറ്റിപ്പോയ പ്രഡിക്ഷൻ. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ നിയർ ടു ഫസ്റ്റ് ആകുമെന്നുള്ളത് നമ്മുടെ പ്രഡിക്ഷനിൽ ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ
ഇവിടെ ഇപ്പോ ഒരു സൈഡ് പിടിക്കുന്നു അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ വക്താവായി മാറുന്നു, അങ്ങനെയല്ല. ഒരു വിഷയത്തിലാണ്, ആ വിഷയത്തിൽ മാത്രമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. രാഹുൽ ഗാന്ധി ചെയ്ത കാര്യം ആണ് ശരി എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പക്ഷത്തു നിന്നും സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നരേന്ദ്രമോദി ചെയ്ത കാര്യമാണ് ശരി, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്താണ് നരേന്ദ്രമോദി ചെയ്ത കാര്യമാണ് ശരിയെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ 99% ലെഫ്റ്റ് ലിബറൽസ് ആണ് എന്നതുകൊണ്ട് ബാക്കിയുള്ള ഒരു 1% റെപ്രസെന്റ് ചെയ്യുമ്പോഴേക്കും 1% ഞാൻ പറയുന്നു, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 20% ഉള്ളൂ BJP. അപ്പോൾ അങ്ങനെ BJPയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്റെ കാഴ്ചപ്പാട് എന്താണ് ആ വിഷയത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പാർട്ടിയുടെ അംഗവുമല്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഇതുമായി ഒരു മിനിറ്റ്. എന്നുള്ള രീതിയിലാണ് സാധാരണ പ്രേക്ഷകരായ എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും തോന്നുന്നത്. അത് BJP പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് സാമ്യം വരുന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. ഒരു കാര്യം പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഇതുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ പാർട്ടികൾക്കും അതിൻ്റെ ചാനലുകളുണ്ട്. അവരുടേതായ പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് ചാനലാണ്. പിന്നെ നിങ്ങൾ ഇതിനൊരു പൊളിറ്റിക്കൽ സൈഡ് പിടിച്ചു പോകും. സ്വതന്ത്ര ചാനലിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം ഇൻ 1 hour ഒരു ചാനൽ 24 hour ആണ് സംപ്രേഷണം. അതിൽ 1 മണിക്കൂർ മീറ്റ് ദ എഡിറ്റേഴ്സ്. അതിലെ എഡിറ്റോറിയൽ മെമ്പേഴ്സ് ആണ്. ഞാനൊരു എഡിറ്റോറിയൽ മെമ്പറാണ്. അപ്പോൾ എഡിറ്റോറിയൽ അംഗങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ ആണ്. ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിബേറ്റ്. മറ്റ് പാനലിസ്റ്റുകൾ വന്നിരിക്കുന്നത് പോലെ എഡിറ്റേഴ്സ് തങ്ങളുടെ കാഴ്ചപ്പാട്, രാഷ്ട്രീയമല്ല കാഴ്ചപ്പാട് ഓരോ വിഷയത്തിൽ പറയുകയാണ്. ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് ചാനലിന്റെ എൻറ്റയർ എൻറ്റിറ്റി എന്നല്ല അർത്ഥമാക്കേണ്ടത്. ബാക്കിയുള്ള 23 മണിക്കൂറിലും വാർത്തയായി അതിൽ വീക്ഷണം കയറ്റാതെ, വ്യൂസ് ഇല്ലാതെ ന്യൂസ് മാത്രമായിട്ടാണ് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്താ നിലപാട്? ഒരു മാധ്യമത്തിന്റെ ഒരു പൊതു നിലപാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ കാഴ്ചപ്പാട്? തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ച് ഞാൻ അതിലേക്ക് രണ്ടാമത് വരാം. തുടക്കത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് വ്യക്തിപരമായി എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു ഐഡിയോളജി ഉണ്ടാവും. അത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടായാലും ജീവിതവുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇടമോ ഗട്ട്സോടുകൂടി അത് പറയേണ്ട ഇടമോ തൊഴിലിടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പൊളിറ്റിക്സ് പറയേണ്ട ഇടം അത് ഗട്ട്സിന്റെ വിഷയമാണെന്ന് സുജയ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ ഗട്ട്സ് പ്രദർശിപ്പിക്കേണ്ട ഇടം തൊഴിലിടമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊതുവെ ഞാൻ ഒരു ഓൾഡ് സ്കൂൾ ഓഫ് മാധ്യമ പ്രവർത്തനം പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിലൊരുപാട് വിമർശനങ്ങളും ഉണ്ടാവും, അതൊക്കെ അവിടെ നിന്നോട്ടെ. ഞാൻ ഒരു ജാതിയെയോ മതത്തിനെയോ രാഷ്ട്രീയത്തെയോ ഒരു വിഭാഗത്തെയോ പ്രതിനിധാനം ചെയ്യുന്ന ആളല്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മതപരമായ ഒരു ചിഹ്നത്തിലൂടെ ഞാൻ ഇന്ന ആളാണ് എന്ന് ഞാൻ പ്രദർശിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലൂടെ എന്റെ രാഷ്ട്രീയം ഇതാണ് എന്ന് ഞാൻ പറയാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു. എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയം എന്താണെങ്കിലും അതെന്റെ വാർത്തകളിൽ പ്രതിഫലിക്കരുത് എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതോടൊപ്പം അതിന് ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷിയിലാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറയുകയും ചെയ്യാം. അത് ഒരു പക്ഷം പിടിക്കാത്ത ആളിന് മാത്രം കഴിയുന്നതാണ് അത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് മറ്റൊരാളെ പറയാൻ ഒരുപക്ഷെ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. ഇതൊക്കെ ന്യൂസ് റൂമിന് പുറത്തു വെച്ച് അകത്തേക്ക് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പിലും നേരത്തെ ജോൺ സാർ പറഞ്ഞതുപോലെ വളരെ ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകന് അവസരം കിട്ടുന്ന ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവായ ക്രിയേറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ ഒരു മറ്റൊരു ഭാവനയുടെ അംശം കലർത്തുക എന്നതിലല്ല. മാധ്യമ പ്രവർത്തനം എന്ന ജോലിയിൽ വളരെ നല്ല ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രോഗ്രാമുകൾ ചെയ്യാനായാലും വിശകലനങ്ങളിലൂടെ കടന്നു പോകാൻ മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ട ഗസ്റ്റുകളെ അവതരിപ്പിക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്നത്. പൊളിറ്റിക്കലായി വളരെ ആഴത്തിലുള്ള വിശകലനങ്ങൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സുജയ എടുക്കുന്നത് പോലെ കൃത്യമായ രാഷ്ട്രീയം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് പുതിയ കാലത്ത് ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നെ അത് മഹത്തായ മാധ്യമ പ്രവർത്തനം ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. രണ്ട്, നിഷ്പക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് രണ്ട് പക്ഷക്കാരുടെയും പിന്തുണ ഇപ്പോൾ കിട്ടില്ല. എന്നിട്ടും നിഷ്പക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ധൈര്യം. അതിന് കയ്യടി ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ് അപ്പോ ഞാൻ ഇന്ന പക്ഷത്താണ് എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ് വിശ്വാസ്യത?
ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ന പക്ഷത്താണെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ഞാൻ പറയുന്നത് ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്, വിശകലനം ചെയ്ത് കൊടുക്കുന്നത്, രണ്ട് പക്ഷവും അവതരിപ്പിച്ചിട്ട് ശരി ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതിൽ എന്താണ് വിശ്വാസ്യത ഉള്ളത്? ഹാഷ്മി, ഇതിലൊരു ക്രോസ് ഫയറിന് സ്കോപ്പ് ഉണ്ടോ? ഒന്നുമില്ല, വ്യക്തിപരമായി ഞാൻ കാണുന്നത് മാധ്യമപ്രവർത്തനം എന്തെങ്കിലും അധികാരത്തിന്റെ ഓപ്പോസിറ്റ് നിന്ന് അധികാരത്തിന് നേരെ വിളിച്ചുകൊണ്ട് ഒന്നായിരിക്കണം എന്നാണ് ഞാൻ അങ്ങനെയാണ് എന്റെ ജേർണലിസ്റ്റ് രാഷ്ട്രീയം. അതിപ്പോ കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്തിലാവട്ടെ അധികാരത്തിലിരിക്കുന്നവർക്ക് ഭരണവർഗ്ഗക്കാർക്ക് അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്തുതി പാടാൻ, അവർക്ക് വാഴ്ത്തു പാടാൻ അവരുടേതായ PR സംവിധാനങ്ങളുണ്ട്. അതിന്റെ എക്കോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ PR ഏജൻസികൾ മാധ്യമങ്ങളാവേണ്ട കാര്യമില്ല. മാധ്യമപ്രവർത്തകർ അതിന്റെ വാഴ്ത്തുപാട്ടാരാവേണ്ട കാര്യവുമില്ല. അപ്പൊ അധികാരത്തിൽ ആരും ആയിക്കോട്ടെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതിനെ നോക്കി വിരൽ ചൂണ്ടുക എന്നുള്ളതാണ് മാധ്യമ ധർമ്മം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആ പ്രിൻസിപ്പിളിന് ആളുമാണ്. ഇതിലിപ്പോ ജോണി സാറും മോത്തിയും പറഞ്ഞല്ലോ ഗഡ്സിനെ കുറിച്ച്. എനിക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടിയത് കൊണ്ടാണ്. അത് എന്റെ സ്ഥാപനം തന്ന സ്പേസ് ആണ്. അത് എന്റെ മെറിറ്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്ന സ്പേസ് ആണ്. എല്ലാവർക്കും അറിയാം, ഞാൻ 24-ലെ ഒരു സസ്പെൻഷൻ ഉണ്ടായത് ഞാൻ PMSന്റെ ഒരു വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷമാണ്. അതിനുശേഷം ആ ഒരു സഖി എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് കരിയർ തന്നെ അവസാനിപ്പിക്കപ്പെട്ടേക്കാമായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് തിരിച്ച് എനിക്ക് കിട്ടിയ ഒരു ഓപ്പണിംഗിൽ ആ ഒരു സ്പേസ് ഞാൻ വളരെ ക്ലവറായിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. കാരണം എന്റെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുക തന്നെയാണ് ആ സ്പേസിൽ ചെയ്തിട്ടുള്ളതും. പിന്നെ അതിൽ ഗഡ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം, അത് ഇതുവരെ വേറെ ആരും ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നതുകൊണ്ട്. കാരണം ലെഫ്റ്റ് ലിബറൽ ആയിരിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ മീഡിയ ലാൻഡ്സ്കേപ്പിൽ ഇറ്റ്സ് വെരി ഈസി. കാരണം 99% ഓഫ് ദ മീഡിയ പേഴ്സണൽ എല്ലാവരും ഐദർ കോൺഗ്രസ് ഓർ CPIM ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവരാണ്. നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ടേയിരിക്കുക എന്നത് മാത്രം ഡിബേറ്റുകളിൽ പാനലിസ്റ്റുകൾക്ക് കൊടുക്കുന്ന സമയം നോക്കിയാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ലെഫ്റ്റിനോടുമുണ്ട് ചർച്ചകളായാലും അതൊക്കെ വളരെ വിസിബിൾ ആണ്. അപ്പോ വാഴ്ത്തുപാട്ട് എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ എതിർക്കുന്നത് ആർക്കു വേണ്ടിയാണ്, എന്താണ് നമ്മുടെ താല്പര്യം എന്നത് ചർച്ചകളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഹാഷ്മി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് സസ്പെൻഷനെ പറ്റി പറയുമ്പോഴേക്ക് ഞാൻ സമയത്തോടെ ഉണ്ടായിരുന്ന ആണെന്ന നിലയ്ക്കും ആ സ്ഥാപനത്തെ പ്രതിനിധിക്കുന്ന ആണെന്ന നിലയ്ക്ക് അതിൽ എനിക്ക് പറയേണ്ടി വരും. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് അതിലേക്ക് പറഞ്ഞു. അപ്പോ പറയാനാണ് ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം പോകണ്ട. ഓക്കെ, എന്തായാലും അതൊരു ആംബിഗ്വിറ്റിയാണ്. അല്ല, ഹാഷ്മി എങ്ങനെയാണെങ്കിൽ അത് പിൻവലിക്കാം. ഇല്ലാത്ത പ്രശ്നം ഹാഷ്മിക്ക് എന്തിനാണ്? തമാശ പറഞ്ഞ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. കലാപം ഉണ്ടാക്കണ്ട, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ വേണ്ടി ഇപ്പൊ കാശ്മീർ എന്റെ രാഷ്ട്രീയമായിട്ട് ആളുകൾ പറയുന്ന ഒരു ഇടതുപക്ഷ ലിബറൽ എന്നൊക്കെ പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ രണ്ട് സ്ഥാപനം BJPയുടെ മുതലാളിയുടെ സ്ഥാപനമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന, ഏറ്റവും കൂടുതൽ അസഭ്യം പറയുന്നത്, എന്റെ കുടുംബത്തിനെ വരെ വന്ന് അവരുടെ പോസ്റ്റുകളിൽ അടക്കം വരുന്നത് രണ്ട് കൂട്ടരാണ്. ആരൊക്കെയാണ്? ഒന്ന് BJPക്കാരും, രണ്ട് CPM. ഇടതുപക്ഷത്തിന്റെ ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് തുടർച്ചയായിട്ട് പറയാനുള്ള കാര്യം, ഈ പറയുന്ന നിഷ്പക്ഷത നല്ലതാണ്. പക്ഷെ എനിക്കൊന്ന് മൂടി വെച്ച ഒരു രാഷ്ട്രീയ പ്രതയ്ക്ക് പുറത്തൊരു നിഷ്പക്ഷത ചില സമയത്ത് അത് പുറത്തു വരാറുണ്ട്. ഇപ്പൊ ഈ സർവേകളിൽ നമ്മൾ ഏജൻസി ചെയ്ത സർവേ ആണ്, ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറയുമ്പോഴും നമ്മളൊരു വെരിഫിക്കേഷൻ നടത്താറുണ്ടല്ലോ, എഡിറ്റോറിയൽ ടീം ഒരു വെരിഫിക്കേഷൻ നടത്താറുണ്ടല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ വരുമാൻ നില പരിങ്ങലിലാണ്, തോറ്റുപോകും എന്ന് പറയുന്നത് വളരെ ആവേശത്തോട് പറയുന്ന ഒരു സംഭവം കണ്ടിരുന്നു. മുഖ്യമന്ത്രി അതായത് ധർമ്മജൻ ബോൾഗാട്ടി ജയിക്കും എന്നൊക്കെ ഉള്ള സർവേ റിപ്പോർട്ട് വരുമ്പോൾ അതിനെ പുറത്ത് നമ്മൾ ചിലപ്പോൾ ഒരു എഡിറ്റോറിയൽ സിറ്റിംഗ് ഉണ്ടാവും. ഇത് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യുന്നത്. അത്തരം ചെക്കിംഗ് നടത്താതെ പോകുന്നതിനുള്ള പ്രശ്നം. ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയ നമ്മുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ചാനലുകൾ എങ്ങനെ തയ്യാറെടുക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് കാലം ഒരു ഹാർവസ്റ്റ് അല്ലെങ്കിൽ ഒരു വിളവെടുപ്പ് കാലം പോലെ മുന്നിൽ കാണുന്ന സ്ഥാനമാണ്. ഇപ്പോൾ തന്നെ ആരാകും സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ എന്ന് നടക്കാൻ പോകുന്നുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇനിയിപ്പോ ഈ വലിയൊരു മത്സരകാലത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ട് മുന്നണികൾക്ക് പുറമെ മൂന്നാമതൊരു മുന്നണി, മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ പറഞ്ഞ ചാനലുകളുടെ മത്സരം മുറുകിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ കാണാനിരിക്കുന്ന അംഗം വളരെ വലുതായിരിക്കും. എനിക്കൊന്ന് കുതിരയും കഴുതിയും ഒന്നുമല്ല, മറ്റെന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വരുന്നൊരു കാലത്തിലേക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പോകുന്നതായിരിക്കും. വലിയൊരു മത്സരകാലമാണ് വരുന്നത്. വലിയ പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ വരുന്ന ഒരു കാലമാണ്. ശ്രീ പ്രമോദ് നാരായൺ MLA, താങ്കൾ ജനവിധി നേടി വിജയിച്ച ഒരു വ്യക്തിയാണ്. ഇനി വീണ്ടും ജനവിധി തേടും. മാധ്യമങ്ങളിൽ നിന്ന് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ നിറവേറ്റുന്നുണ്ടോ? റാന്നിയിലെ സർവേ എന്തായിരുന്നു?
മാധ്യമങ്ങളിൽ നിന്ന് ഞാനെന്ത് പ്രതീക്ഷിക്കുന്നുള്ളതെന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമല്ലല്ലോ. കേരളം എന്താണ് ആഗ്രഹിക്കുന്നത്, കേരളത്തിന് മാധ്യമങ്ങൾ എന്താണ് നൽകേണ്ടത്, ആ നിലയിലേക്ക് ആ ചോദ്യം മാറേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതില് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിലപാട്, ജനവിധിയെ കുറിച്ച് പ്രതാപ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ചാനലുകളും തോറ്റുപോകും എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഞാൻ. എല്ലാ സർവേകളിലും ഇവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പ്രമോദ് നാരായണൻ നിർബന്ധമായും പോകും, എവിടെ നിന്ന് കിട്ടി ഇത്തരം ഒരു സ്ഥാനാർത്ഥിയെ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക്, ഞാൻ ആദ്യമായി മത്സരത്തിൽ വന്നതാണ്, ആ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാനുള്ള ജനാധിപത്യപരമായ സ്വാതന്ത്ര്യത്തെ പോലും അത് നമ്മളിങ്ങനെ ഊതിത്തെളിച്ച് ജ്വലിപ്പിക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ, നമ്മുടെ നിലപാടുകളെ, നമ്മുടെ രാഷ്ട്രീയത്തെ എല്ലാം ഊതിത്തെളിച്ച് ജ്വലിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അത് കെട്ടുപോകും എന്ന തെളിയിക്കുന്നതിന് മുമ്പേ പറഞ്ഞ് പ്രവചിച്ചവരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇയാൾ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ മാധ്യമ നിലപാടുകളോടുകൂടി പൊരുതിയാണ് ജയിച്ചത് എന്ന് തല ഉയർത്തി പറയാൻ ഇരിക്കാം. അല്ല, അങ്ങനെ അല്ല, അത് അങ്ങനെ തന്നെ പറയണോ, തിരിച്ചു അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതിന്റെ അങ്ങനെയും പറയാം. ആകെ അതിൽ പാസിഫൈ ചെയ്ത് പറഞ്ഞു, പക്ഷെ അത് വ്യക്തിപരമായ സ്നേഹം കൊണ്ടുകൂടിയാകാം. ശ്രീധരനാഥ് സാർ മാത്രമാണ് നമ്മുടെ പ്രമോദല്ലേ ജയിച്ചേക്കാം എന്ന് പറഞ്ഞത് കുറെ കാലം കൊണ്ട് അറിയാവുന്നതുകൊണ്ടാകാം. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് പറയാനുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ പറഞ്ഞാലും ഞാനത് സർവേയിൽ പ്രമോദ് ജയിക്കുമെന്നായിരുന്നു 2020 ഞാൻ സർവേയിൽ അല്ല, ആദ്യഘട്ടത്തിലെല്ലാം തോറ്റുപോകുമല്ലോ. അവസാനം 15,000 കൊടുത്ത് നോക്കും, പിന്നെ 7,000-ലേക്കായി. ഏറ്റവും അവസാനമാണ് ഏറ്റവും അവസാനമാണ്. അല്ല, അത് ഞാൻ പറയാൻ ഒരു മാസം മുമ്പ് സർവേ കൊടുക്കുമ്പോ അതെ, അത് അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. ഒരു മാസം ഞാൻ ശേഷം നന്നായിട്ട് പ്രവർത്തിച്ചു. അതെ അതെ, അതിന് മാധ്യമ നിലപാട് എന്നെ സഹായിച്ചു. അങ്ങനെയുണ്ട്. ഞാൻ ഒരു ചോദ്യത്തിലേക്ക് കടന്നിട്ട് അങ്ങോട്ടേക്ക് വരാം. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോവാം. അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. എനിക്ക് അത് ഈ ചാനൽ ചർച്ച പോലെ പറഞ്ഞു തീർക്കാനുള്ള കാരണം വെച്ചാലേ ഇവര് തമ്മിൽ ഒരു ഷോയാണ്, നമ്മുടെ ന്യൂസ് കണ്ടന്റിനെ ഷോ ആക്കി മാറ്റി എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി തരണം. പക്ഷെ ഞാൻ അതുകൊണ്ട് ബഹുമാനിക്കും. ഇനിയുള്ള തെരഞ്ഞെടുപ്പിലായാലും ഞാൻ തോക്കുമെന്ന് പറഞ്ഞാലില്ല. കാരണം കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചുട്ടുകൊള്ളുന്ന ഒന്നാണ്. അത്രമേൽ ചുട്ടുകൊള്ളുന്ന ഒന്നാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം തിളയ്ക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അതിൽ പലപ്പോഴും മാധ്യമങ്ങൾ തിളപ്പിച്ചു കൊണ്ടുവരുന്ന പലതും തണുത്തുപോയി എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നൊരു പ്രയോഗം, ഞാൻ ആ പ്രയോഗങ്ങളുണ്ട്, അത്തരം പ്രയോഗങ്ങൾ മാധ്യമങ്ങൾ ആവർത്തിക്കും. മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, പക്ഷെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആകുന്നതിന് ഞാൻ SFI പ്രവർത്തിച്ചതാണ്. എത്രയോ കാലം എന്റെ കൂടെ, ഞാനത് ന്യായീകരിക്കുമ്പോൾ അടുത്ത ചോദ്യത്തില്ല, ഞാൻ അതിന്റെ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. ചില കോയിനേജുകൾ കൊണ്ട് നമ്മളൊരാളെ ഇങ്ങനെ ടാഗ് ചെയ്യുമല്ലോ. റിയാസ് എന്ന് പറയുന്ന നേതാവ് എത്രയോ കാലം SFI എനിക്കിപ്പോൾ പ്രവർത്തിച്ച, എത്ര സമരങ്ങൾ നയിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ഒരു വിശേഷണം ചാർത്തി കൊടുക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതാവ് അതുവരെ, എന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടൊരു സ്ഥിതി ഞാനോട് പറയുന്നത് അല്ല, അവര് അതുവരെ താണ്ടിയ ദൂരങ്ങളെല്ലാം, ആ രാഷ്ട്രീയ നേതാവ് അതുവരെ താണ്ടിയ ദൂരങ്ങളുടെ എല്ലാം പുറത്താണ് ഈ ഒരു ഇരുട്ട് കൊണ്ട് നമ്മൾ അടയ്ക്കുന്നത്. അത് അങ്ങനെ ആവരുത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ കേരളത്തിൽ ഭരണപക്ഷം മുഖ്യമന്ത്രി വിരുദ്ധത, അപ്പൊ അത് ഞാൻ ഒരു ചാനലിൽ അങ്ങനെ മുഖ്യമന്ത്രി വിരുദ്ധത തന്നെ സൂക്ഷിക്കണോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തകയെ കുറിച്ച് മാത്രം ചോദ്യം പോകില്ല, അങ്ങനെയല്ല. അപ്പം മാധ്യമ പ്രവർത്തനം അടുത്തൊരു ഘട്ടമായിരിക്കാം സ്വന്തം നിലപാട് പറയുന്നത്. ഞാൻ ഒരു കാര്യത്തിൽ പറയുന്നു, ഇപ്പോ കേരളത്തിലെ പ്രതിപക്ഷത്തെക്കാൾ നന്നായി പ്രതിപക്ഷത്തിന്റെ ജോലി, അത് പ്രതിപക്ഷത്തിന്റെ കുഴപ്പമാണോ ഇവരുടെ മിടുക്കാണോ എന്നറിയില്ല, കേരളത്തിലെ പ്രതിപക്ഷത്തെക്കാൾ ഭംഗിയായി പ്രതിപക്ഷത്തിന്റെ ജോലി ചെയ്യുന്ന ചാനലുകളുണ്ട്. പക്ഷെ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ ഇടമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ മാധ്യമ പ്രവർത്തകരും പറയുന്നു, ഞാൻ തോന്നുന്നു ഒരു MLA എന്ന തരത്തിൽ രാഷ്ട്രീയത്തിന്റെ പല സംഭവങ്ങളുടെയും തലങ്ങളെ, ഞങ്ങൾ കാണാതെ പോകുന്ന തലങ്ങളെയും അതിന്റെ വശങ്ങളെയും ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ആ ജാഗ്രത നൽകുകയും ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ തന്നെ ചർച്ചകളാണ്. അതിനെ ആ നിലയിൽ തന്നെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ എല്ലാ മാധ്യമ നിലപാടുകൾക്കും അപ്പുറം മലയാളിക്കൊരു നിലപാടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി. ഒരു ചോദ്യം. എന്റെ ചോദ്യം മാധ്യമപ്രവർത്തകരോട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ജാതി പറയുന്നത് മാധ്യമപ്രവർത്തകരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത്
ഒരു വീട്ടുവേലക്കാരിയെ ആ വീട്ടിലെ മാനം പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ചെയ്ത ഒരു സംഭവമാണ്, നിങ്ങളെല്ലാവരും ഓർമ്മയില്ല. അത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞത് ദളിത് സ്ത്രീയെ അങ്ങനെ FIR അങ്ങനെക്കാളും ഉണ്ടോ? അവരെ അന്തസ്സായിട്ടുള്ള പേര് പറഞ്ഞാൽ പോലെ. മറുപടി. അതെ, ഞാൻ ജാതി പറയും. ജാതി പറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ ബിന്ദുവിന്റെ പേര് ഉൾപ്പെടെ ബിന്ദുവിന്റെ കേസാണ് ഉദ്ദേശിച്ചത്. ബിന്ദുവിനോട് ഞാൻ നേരിട്ട് ചോദിച്ചു. ആദ്യം നമസ്തേ കേരളത്തിന്റെ സമയത്ത് നമ്മുടെ മോർണിംഗ് ഷോയിലാണ് അവർ ആദ്യം ഓൺ-എയർ ലൈവിൽ വന്നത്. അപ്പൊ അവരോട് ഞാൻ ചോദിക്കരുത് എന്നൊക്കെ പീസ് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉറപ്പായും എന്റെ നിറം കൊണ്ടും എന്റെ ജാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവേചനം അനുഭവിച്ചു എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ജാതി പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോ എന്റെ സ്ഥാപനം, ഇവരുടെ സ്ഥാപനം, ഏത് സ്ഥാപനത്തിലായാലും എത്ര ദളിതർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് മെറിറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്? അല്ല. മെറിറ്റോക്രസിക്കെതിരെ ഞാൻ ജാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. കേരളത്തിലെ കസ്റ്റഡി മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുള്ളത്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ലോക്കപ്പ് മർദ്ദനം ഏറ്റിട്ടുള്ളത് ദളിതരാണ്. നമുക്ക് ഈ കണക്കുകൾ മാറ്റി വെച്ചിട്ട് ജാതി പറയരുത് എന്ന് പറയാൻ പറ്റില്ല. ജാതി കേരളത്തിലെ ഭൂസ്വത്ത്, കേരളത്തിലെ അധികാരം, കേരളത്തിലെ സമ്പത്ത്, ഇതിന്റെ എല്ലാം ഒരു തരത്തിലുള്ള പ്രാതിനിധ്യവും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ മുന്നോക്ക, കേരളത്തിലെ നായർ, സുറിയാനി, ക്രിസ്ത്യാനി ഒക്കെ അടക്കമുള്ള ആളുകൾ പറ്റി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ കണക്കുകളുണ്ട്. നമുക്ക് മറ്റേ കേരളത്തിലെ ഭൂസ്വത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ നോക്കിയത്. കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ബിന്ദു ഒറ്റയടിക്ക് കള്ളിയായി. നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ജാതിയാണ്. ജാതി പറയും. അതാ മുതൽ എങ്ങോട്ടാ പോയല്ല. ജാതി പറയില്ല. അബ്ജോദ് ആ ചോദ്യം ചോദിച്ചത് കൊണ്ടല്ലേ അവർ പറഞ്ഞ. നേരെ വെച്ചാൽ അവർ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ, എന്റെ ജാതി ആയതുകൊണ്ട് എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മളത് വേണമെങ്കിൽ ആ ജാതി പറയാതിരിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞോളൂ. ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ ഈ മാങ്ങയുടെ കാര്യം പറയും, മാങ്ങാണ്ടിയോട് അടുക്കുമ്പോഴാണ് അതിന്റെ പുളി അറിയുന്നതെന്ന്. അത് കേരളത്തിന്റെ സെനാരിയോയിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെയധികം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അത്തരം ഒരു ഘടകത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോൾ അത് അബ്ജോദ് പറഞ്ഞതുപോലെ തന്നെയാണ്. അത് തൊഴിലിടത്തിലാണെങ്കിലും സമൂഹത്തിലെ ഏത് അവസ്ഥയിലാണെങ്കിലും ഈ ജാതി എന്നതൊരു പ്രധാന ഘടകമായി നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പെടലുകളും ഒഴിവാക്കലുകളും ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു വിഷയത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പൊ ഇലക്ഷനാണ് വരുന്നത്. പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷനുണ്ട്, അസംബ്ലി ഇലക്ഷനുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും നല്ല ഫണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചാനലുകൾക്കൊക്കെ ഈ ഫണ്ട് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഫണ്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ നിലപാടുകളിൽ വ്യത്യാസം വരുമോ എന്നാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത്. ആ ചോദ്യം ജോണി സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. പൊളിറ്റിക്കൽ പാർട്ടികളുടെ പരസ്യമെന്ന് അവര് പൈസ തന്നിട്ട് സ്ലോട്ട് എടുത്ത് അവരുടെ പരസ്യം കൊടുക്കുന്നതും അവര് ഞങ്ങൾക്ക് ഫണ്ട് തരുന്നതും ഒന്നല്ല. അങ്ങനെ ഒരു ഫണ്ട് വാങ്ങിക്കുന്ന ഒരു രീതിയും ഒരു ചാനലിലും കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. അത് നടക്കത്തുമില്ല. ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ പരസ്യം ഒരു മുന്നണി തരും, അടുത്ത മുന്നണി തരും. അപ്പൊ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പരസ്യം ഇല്ലാതെ ഒരു ചാനൽ നടത്താൻ കഴിയില്ല. കിട്ടുന്ന പരസ്യം വാങ്ങിക്കും എന്നല്ലാതെ അതിനപ്പുറത്ത് രാഷ്ട്രീയമായിട്ട് അത് ഒരു തരത്തിലും ഒരു ചായവും ഉണ്ടാക്കില്ല എന്നതാണ് വാസ്തവം. അല്ലാതെ യാതൊരു ഫണ്ടും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ആ സമയത്ത് അവർക്ക് ഒരുപാട് ഫണ്ട് റിലീസ് ചെയ്യുമ്പോൾ ആ ഫണ്ടിന്റെ ഒരു വിഹിതം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ചാനലിന്റെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകാർ ശ്രമിക്കുന്നുണ്ടാവും. അതിനപ്പുറത്ത് യാതൊരു തരത്തിലുള്ള ചായവും അതിലില്ല. ഈ ടോപ്പിക്കിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, കേരളത്തിലെ ഒരു മാധ്യമവും ഇനി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവരുടെ അഭിപ്രായം അങ്ങനെ പറയുന്നവരാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ഫണ്ട് കൊടുക്കില്ല. സാർ പറഞ്ഞ പോലെ പരസ്യം മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് നിയമസഭയിൽ ഒരു പരാമർശം ഉണ്ടാവുകയും പ്രതിപക്ഷ നേതാവ് സർക്കാർ ഫണ്ട് നേരിട്ട് പണം കൊടുത്ത് ചെയ്യിക്കുന്നു. പക്ഷെ അത്തരം ചില സാധനങ്ങൾ അത് PRD നടത്തുന്ന ഒരു സംഭവം. ഇതിന് പുറമെ ഇപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കിഫ്ബിയുടെ പ്രോജക്റ്റുകളുണ്ട്. കിഫ്ബി ഇപ്പോൾ ചെയ്തിരിക്കുന്ന പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചാനലുകൾക്ക് കൃത്യമായ ഒരു എമൗണ്ട് കൊടുക്കുക. ഈ വികസന പ്രവർത്തനങ്ങൾ ചാനലുകൾ പോയി ഷൂട്ട് ചെയ്ത് ചാനലിന്റെ പരിപാടിയായി കാണിക്കുക. അത് ഫണ്ടഡ് പ്രോഗ്രാമാണ്. പക്ഷെ അത് കൃത്യമായ മാർക്കറ്റിംഗ് വരുമാനം. അല്ലാതെ ഞങ്ങളുടെ പരസ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊമോഷന് വേണ്ടി ഇത്ര രൂപ ചാനൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്ന സംഭവമില്ല. സാധാരണ ന്യൂസ് കാണുമ്പോൾ പൊതുവെ ഈ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കമന്റാണിത്.
BJPയുടെ ഫണ്ട് വാങ്ങിയിട്ട് മാപ്ര പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം അങ്ങനെ കാണാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ കേരളത്തിലെ ഒരു മാപ്രകളും അങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരല്ല. താങ്ക് യു മോദി. നമുക്ക് ഒന്ന് വേറൊരു വിഷയത്തിലേക്ക് പോവാം. മാധ്യമപ്രവർത്തകർ ഐ തിങ്ക് എല്ലാ ദിവസവും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിലും ഈ സൈബർ ബുള്ളിങ് അതുപോലെയുള്ള കാര്യങ്ങൾ. എന്ത് പറഞ്ഞാലും അതിനെതിരെയുള്ള വിമർശനം അനുകൂലിച്ച് വലിയൊരു ജനവിഭാഗം, അനുകൂലിക്കാതെ വലിയൊരു വിഭാഗം. നിരന്തരം മാധ്യമപ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്ക് നിരവധി ഇടങ്ങളിൽ നിന്ന് ഇത്തരം ബുള്ളിങ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഹാഷ്മിയിൽ നിന്ന് തുടങ്ങാം. ഈ സൈബർ ബുള്ളിങ്ങിനെ എങ്ങനെയാണ് നേരിടുന്നത്? അല്ലെങ്കിൽ ട്രോൾ എന്നൊക്കെ നമുക്ക് വളരെ ലഘുവായി പറയാം, പക്ഷെ പല കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇത്ര മലീമസമായോ നമ്മുടെ പൊതു ഇടം എന്നൊക്കെ. അപ്പൊ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ അത് നേരിടുന്നത്? ഈ കമന്റുകളൊക്കെ വായിക്കാറുണ്ടോ? അതായത് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള അതിക്രൂരമായ ഭീകരമായ ബുള്ളിങ് ഉണ്ടാകുന്ന സമയത്ത് ഒരു വിഷമമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ പിന്നെ അത് ശീലമായി കഴിയുമ്പോൾ നിരന്തരം എല്ലാ പാർട്ടികളുടെ ഭാഗത്തും ശീലമായി കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ വ്യക്തിപരമായി നമ്മളെ ബാധിക്കാതായി. ആ കമന്റുകൾ ഇടയ്ക്കൊരു ഘട്ടത്തിൽ വായിക്കാതിരിക്കും. ഇപ്പൊ വായിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ തെറികളൊക്കെ കണ്ടാലൊന്നും ബാധിക്കും. പക്ഷെ നമ്മുടെ വീട്ടുകാരെ പറയുമ്പോഴേ നല്ല സങ്കടവും. ഇപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായത് അടുത്ത എന്റെ അച്ഛൻ ഈ അടുത്ത കാലത്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പൊ ഒരാൾ എന്റെ തന്തയ്ക്ക് വിളിക്കാണ്. അതിന്റെ അച്ഛനെ ടാഗ് ചെയ്ത് തന്തയ്ക്ക് വിളിക്കുന്നത്. അപ്പൊ അച്ഛൻ രാവിലെ തുറന്നു വിളിക്കുന്നത് മോനെ എന്തോ അച്ഛനെ പറയുന്നത് എന്തോ നോക്കിയപ്പോഴത്തേക്ക് അച്ഛനെ ടാഗ് വിളിച്ചേക്കുക. അപ്പൊ അങ്ങനെയുള്ള പിന്നെ രാത്രി ഉള്ള ഫോൺ കോൾ വിളികൾ നിന്നെ കൊല്ലൂടാ പിടിക്കൂടാ എന്നുള്ള പറഞ്ഞത് അതൊക്കെ ആദ്യം പേടിയുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും കേരളത്തിൽ ഒരു കാര്യം ഉറപ്പാണ്. ഈ പറയുന്ന തെരുവിളിക്കപ്പുറം ഈ പറയുന്ന എന്താണ് ഫോൺ വിളിക്കപ്പുറം ആരും നമ്മളെ ദേഹോദ്രം എന്തായാലും ചെയ്യും. അതുണ്ടാവില്ല. അതുറപ്പും സൈബർ ബുള്ളിങ് മാത്രമല്ലല്ലോ, നമുക്കതിന്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടല്ലോ. നമുക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇപ്പോ നമ്മുടെ ഷോസിനെ ആയാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ന്യൂസ് ആയാലും ഡിസ്കഷൻസ് ആയാലും അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സൈബർ ലോകം എന്ന് പറയുന്നത് അത്രയ്ക്ക് മോശമാണ് എന്ന് മാത്രം നമ്മൾ കരുതണ്ട. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നതും ഒരു കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരുന്ന ബുള്ളിങ് വരും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ ബുള്ളിങ് എന്നുള്ളത് ശരിക്കും സ്ത്രീകളെ വലിയ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ബുള്ളിങ്. അതിപ്പോ പൊളിറ്റീഷ്യൻസിനെ ആയാലും അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളെ ആയാലും അതിനെ ഞാൻ ഒരു തരത്തിലും എൻഡോഴ്സ് ചെയ്യുന്നില്ല. അത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയല്ല. അപ്പൊ ആ രീതിയിൽ ഞാൻ അതാണ് ഓർത്തോണ്ടിരുന്നത്. ഞാൻ വളരെ ഈ അഗ്രസീവ് ജേർണലിസത്തിന്റെ ആളല്ലെങ്കിൽ കൂടി ചില വിമർശനങ്ങൾ പരിഹാസ രൂപേണ എന്റെ മോർണിംഗ് ഷോയിലൊക്കെ ഞാൻ പറയാറുണ്ട്. മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും അത്തരത്തിൽ ഞാൻ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഈ 1-2 ഫോട്ടോകളോടുകൂടി ഫേസ്ബുക്കിൽ ഇടയ്ക്ക് വന്നൊരു സാധനം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ തന്നെ എന്റെ സുഹൃത്തുക്കൾക്ക് കണ്ടില്ലെങ്കിൽ കാണട്ടെ എന്ന് വെച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ ചുരുണ്ട മുടിയും കളർ ചെയ്ത മുടിയും മുക്കുത്തി കാണുമ്പോഴേ അറിയാം കഞ്ചാവാണെന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോ അതിന് താഴെ ആ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കഞ്ചാവ് മാപ്രച്ചി എന്നാണ്. അത് മാപ്ര എന്നുമല്ല, എന്നിട്ടും പറഞ്ഞിട്ടും പോരാഞ്ഞ് ആ ഇച്ചി കൂടെ അതാണ് കഞ്ചാവ് മാപ്രച്ചി. അപ്പൊ കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം എടുത്ത് അയച്ചു കൊടുത്ത് ഞാൻ ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു മനസ്സുഖമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതുപോലെ ഈ സ്ത്രീകളാണല്ലോ എന്നത് നോക്കിയിരുന്ന് ആക്രമിക്കുന്നവരുണ്ട്. അതിൽ രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങളോ ഉണ്ട്. പലതുമല്ല, 99% ഫേക്ക് ഐ ഡി എന്നായിരിക്കും. പിന്നെ ചിലരുണ്ട് നമ്മളെ ന്യൂസ് ലൈവിന് താഴെ വന്ന് നമ്മളെ തെറി പറയും. പക്ഷെ ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ നമ്മുടെ ഇൻബോക്സിലേക്ക് വന്നിട്ട് അവരെ ഇന്ന് സുന്ദരിയായിരുന്നു, നല്ല സാരി ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ പൊള്ളത്തിന് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഈ ഇങ്ങനെ ആക്രമിക്കുന്നവർ പറയുന്ന സ്ത്രീകളെ തളർത്താൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ അമ്മച്ചിക്ക് വേറെ പണിയില്ല എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവര് കരുതുന്നത് ഈ അമ്മച്ചി എന്ന് വിളിച്ചാൽ നമ്മൾ അപ്പൊ തളർന്ന് നമ്മുടെ എല്ലാ നല്ല ജീവനും നഷ്ടപ്പെട്ട് പോവും, അല്ലെങ്കിൽ കരിയർ വെറുത്തു പോകുന്നൊക്കെ ആയിരിക്കും. ന്യൂസ് വായിക്കുന്ന സമയത്ത് പോലും ഞാൻ മോർണിംഗ് ഷോയിലിടയ്ക്ക് കമന്റ് വായിക്കുന്ന ശീലമുണ്ട്. അപ്പൊ അതിലും വായിച്ചു വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ പെടില്ല. ചിലപ്പോൾ അശ്ലീലമൊക്കെ ആയിരിക്കും. പകുതി വരെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത അശ്ലീലമാണെന്ന്. അപ്പൊ തന്ത്രപൂർവ്വം നമ്മൾ അടുത്ത കമന്റിലേക്ക് പോകും. അപ്പൊ അക്കൂട്ടത്തിലും പറയാറുണ്ട് ഇതേതാ ഈ മാതൃഭൂമിയിൽ ഈ അമ്മച്ചി വേറെ ആരുമില്ലേ എന്ന് ചോദിക്കും. ഇതിന് പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട്. നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയത്ത് ഈ കമന്റ് വായിക്കുമ്പോൾ ഈ കമന്റിലൂടെ നമുക്കൊരു
മാനസിക അസ്വസ്ഥത അനുഭവപ്പെട്ട് അത് എക്സ്പ്രഷനായി നമ്മുടെ മുഖത്ത് വരുമെന്നോ അങ്ങനെ ഞാൻ ജയിച്ചു എന്നുള്ളൊരു തോന്നൽ, അങ്ങനെയുള്ളൊരു മാനസിക ഒരു പ്രത്യേക മനോനില മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ മനോനിലയിൽ നിന്നുണ്ടാവുന്നതാണ്. അത് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കും. കേരളത്തിലെ വളരെ ആക്റ്റീവായിട്ടുള്ള നമ്മളിപ്പോ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും എനിക്കൊക്കെ ഏതോ ഒരു പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് എന്റെ മെസ്സഞ്ചറൊക്കെ കണ്ടുപിടിച്ച് ഈ ഡൊണാൾഡ് ട്രംപിന് കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് തോന്നുന്നു പ്രശാന്ത് രഘുവംശത്തെയും താങ്കളെയും ഞങ്ങൾ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ എന്നെയോ അപ്പൊ നമ്മൾ വിചാരിക്കും കേരളത്തിലെ സജീവമായ ഇടപെടലുകൾ മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ പല, കാരണം ജനങ്ങൾ അത്രയും ടോപ്പിക്സിലൊക്കെ ഇൻവോൾവ് ആണ്. എനിക്ക് പ്രമോദ് നാരായണൻ എംഎൽഎയോട് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പ്രമോദ് നാരായണൻ നേരത്തെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നുണ്ട് എന്ന മട്ടിൽ ഒക്കെ പറഞ്ഞു. ഇപ്പോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മുഖ്യമന്ത്രിയെ വിമർശിക്കുക, അത് ഉമ്മൻചാണ്ടി വിമർശിക്കപ്പെട്ടതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അത്രയും രൂക്ഷതയോടെ പിണറായി വിജയൻ വിമർശിക്കപ്പെടുന്നില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ. അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ നിങ്ങളുടെ പാർട്ടിയിലെ ഫേക്ക് ഐഡിയിൽ നിന്ന് പോലുമല്ല, മുഖ്യധാരയിലുള്ള ആളുകൾ, പാർട്ടിയുടെ ഒരു MLA ആയിരുന്നു, പാർട്ടി പിന്തുണയുള്ള MLA ആയിരുന്നു PV അൻവർ, ആ അൻവറിന്റെ സംഘത്തിൽപ്പെട്ട ആളുകളും സംഘം ചേർന്ന് ആക്രമിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് പാടില്ല എന്ന് പറയാൻ ഒരിടത്തെങ്കിലും തോന്നിയോ? അല്ല, ഞാൻ അതിന് അക്കാര്യത്തിൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞത് രണ്ടും തമ്മിൽ സാമ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങയുടെ ചോദ്യം. കാരണം മുഖ്യമന്ത്രിക്കെതിരായ എല്ലാ വിഷയങ്ങളിലും വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത് നിഷ്കളങ്ക മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറയാനാവില്ല. അതിനോട് ബന്ധമുള്ളതല്ല സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് മലയാളിക്ക് പൊതുവായി, അത് നമ്മൾ ആരെയെല്ലാം നോക്കൂ, നമ്മുടെ നടന്മാരെ. പക്ഷെ ഈ പറഞ്ഞ ഞാൻ കൂടുതലും പറയുന്നത് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് കൂടുതലാണ്. അതിന്റെ ഒരു മലയാളിയുടെ ഈ മഹത്വത്തിന്റെ മേൽമണ്ണൊന്ന് മാറ്റിയാൽ അതിനടിയിൽ തെളിഞ്ഞു വരുന്ന നമ്മുടെ ഒരു പൊതുവായ വികലമായ ചിന്തയുടെ ഭാഗമാണ്. അത് ഏത് മാധ്യമപ്രവർത്തനെതിരെയായാലും MLA-ക്കെതിരെയായാലും നടനെതിരെയായാലും ഒക്കെ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് അതിശക്തമായി, അത് ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അത് അവഗണിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ്. ഒരു ചോദ്യം, അതായത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണ്, ഒരുപക്ഷെ അവിടുത്തെ ഓർഗനൈസേഷന്റെ പാർട്ടാണ്, നിങ്ങൾക്ക് മാനേജ്മെന്റ് ഹയറാക്കിയുണ്ടാവും. അപ്പൊ സംടൈം എന്താ പറയുക, പ്രഷർ ഉണ്ടാവും. നിങ്ങൾക്കൊരു വാർത്ത, സത്യസന്ധമായ വാർത്ത കിട്ടുമ്പോൾ ചിലപ്പോൾ മോഡിഫൈ ചെയ്യേണ്ടി വരും, ചിലപ്പം മറ്റുള്ളവരുടെ താല്പര്യത്തിന് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള പ്രഷർ അനുഭവിക്കാറുണ്ടോ? അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. പിന്നെ ട്രൂത്ത് പറയാന്നുള്ളതാണ് മാധ്യമധർമ്മം. അപ്പോൾ ട്രൂത്ത് പബ്ലിക്കിന് കൊടുക്കുന്നതിന് പകരം ക്യൂരിയോസിറ്റി ആണോ നിങ്ങൾ കൊടുക്കുന്നത്? അതായത് ഇന്ന് ന്യൂസ് കൊടുത്തു, നാളെ ആൾക്കാർ വായിക്കണമെങ്കിൽ ഇച്ചിരി ഒരു നോവലിലൊക്കെ സസ്പെൻസ് മാതിരി ആ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ബോധപൂർവം അതൊരു പത്രത്തിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ടോ? ക്യൂരിയോസിറ്റി ജനറേറ്റ് ആയിട്ട് പത്രത്തിന്റെ എന്താ പറയുന്നത് ഇതിന് സെയിൽസിനാണ്. ചോദ്യം ആരോടാണ്? ചോദ്യം മാഡത്തിനോടാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. ഇപ്പോ അത്തരം ഒരു സാഹചര്യം ഇതുവരെ ജോലി ചെയ്ത ഒരു സ്ഥലത്തും എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടില്ല. ഇപ്പോ ജോൺ സാറിനോടൊക്കെ ഞാൻ അത് കടപ്പാടോടെ വേണമെങ്കിൽ ഇപ്പൊ പറയും. മനോരമ ന്യൂസിൽ ജോലി ചെയ്യുന്ന സമയത്ത് 150 എപ്പിസോഡ് ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു. അതിൽ 148 എപ്പിസോഡും അത് സ്ഥാപനത്തിന്റെ ഒരു പൊതു പോളിസിയോ ഇതുമായോ ഒന്നും ചേരുന്നല്ലാത്ത സമയത്ത് ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള നിയന്ത്രണത്തിനും വിധേയമാകാതെ, ഇനി ഇതും കൂടെ പറയാം, ആകെ നിയന്ത്രണത്തിന് വിധേയമായ രണ്ട് കാര്യം. ഒന്ന് തമാശയാണ്, ഒന്ന് ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തൊരു എപ്പിസോഡായിരുന്നു. അപ്പൊ ഈ കല്യാൺ സിൽക്സുമായി ബന്ധപ്പെട്ട വിഷയം കൂടെ അതിനകത്തുണ്ട്. മാർക്കറ്റിംഗ് ഇതും കൂടെ ആയിരുന്നു. എപ്പിസോഡൊക്കെ ഓൺ എയർ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഫ് എയർ ആയി. പക്ഷെ ഞാനത് കാത്തിരുന്നിട്ട് ആ തവണത്തെ അതുവരെ സംസ്ഥാന അവാർഡിനൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡിന് ഞാൻ ആ എപ്പിസോഡ് എടുത്ത് അയക്കുകയും അത് ഉൾപ്പെടെയുള്ള എപ്പിസോഡുകൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. രണ്ടാമത്തേത് ശബരിമല സമരം നടക്കുന്ന സമയത്താണ്. അപ്പൊ ഈ ആർത്തവത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്യാൻ ജോൺ സാറിനെ വിളിച്ച് പറഞ്ഞില്ലേ, അവിടെ കുറെ ആൾക്കാര് നമ്മുടെ പണിയെടുക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ആക്രമിക്കപ്പെടാൻ സാധ്യത, നീ കുറച്ച് ദിവസം ഇറങ്ങിയിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ എപ്പിസോഡ് അങ്ങ് ഒഴിവാക്കി. കൂടി എന്റെ ചങ്കെടുത്ത് കൂട്ടിയാണ് ചെറുതായി പോയത്. എല്ലാവരുടെ ഒരു വിചാരമുണ്ട്. അപ്പൊ എപ്പിസോഡ് 148 എപ്പിസോഡ് ചെയ്യുന്ന പറഞ്ഞാൽ അബ്ജോദിന് തന്നെ അറിയാം. അത് വളരെ വൈവിധ്യമുള്ള മേഖലകളിലെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് വെച്ചിട്ടാണ്.
അതിലൊന്നും നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പോയില്ല. പിന്നെ പലരും പറയും മാനേജ്മെന്റിന്റെ നിയന്ത്രണം എന്നൊക്കെ പറയുന്നത്. മാനേജ്മെന്റ് എന്താണ്? ചില ആളുകളുടെ വിചാരമുണ്ട് ഈ മാനേജ്മെന്റ് പറയുന്നത് പോലെ മാനേജ്മെന്റിന് ഇത്രയേ ഉള്ളൂ, ഈ ആളുകൾ ഇത് കാണണം, എന്നിട്ട് നമ്മളുടെ ചാനല് നടത്താനുള്ള വരുമാനം നമുക്ക് ഉണ്ടാവണം, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. നല്ല ജേർണലിസം കൊണ്ട് തന്നെ അത് കഴിയുള്ളൂ. അതിനകത്തൊന്നും മാനേജ്മെന്റ് ഇടപെടാനായിട്ട് പോകുന്നില്ല. മാനേജ്മെന്റിന് വേണ്ടതും കൂടുതൽ ഐബോൾസ് വേണം, അത്ര മാത്രമേ ഉള്ളൂ. ചുരുക്കി കഴിഞ്ഞ അതിനുശേഷം ശ്രീകണ്ഠൻ എം പിയിലേക്ക് ഒന്ന് ചോദ്യം ഒരു വലിയ ചോദ്യമായിരുന്നു, അതൊന്നൊന്ന് ചുരുക്കാവോ? അതായത് നിങ്ങൾ you work on okay. Do you work under pressure? I mean, just like ആരെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും പിന്നെ ഡ്രോപ്പ് ചെയ്യാറുണ്ടോ, മോഡിഫൈ ചെയ്യാറുണ്ടോ? നിങ്ങൾ പിന്നെ എന്താണ് ട്രൂത്ത് പറയുന്ന പകരം ജസ്റ്റ് ക്യൂരിയോസിറ്റി ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്നെ കണ്ടിട്ട് സമ്മതമുള്ളവർ തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ മോഡിഫൈ ചെയ്യാറുണ്ടോ അതിലെ മോഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മോഡിഫിക്കേഷൻസ് ഒന്നും നമ്മുടെ മാനേജ്മെന്റ് ഒന്നും ചെയ്യാറില്ല. നമുക്കൊരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ട്, വെരി സ്ട്രോങ് എഡിറ്റോറിയൽ ബോർഡ്. എനിക്ക് തോന്നുന്നു അല്ല, ചോദ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ മോഡിഫൈഡ് പറയാത്തതുകൊണ്ട് അബ്ജോ അത് കണ്ടുപിടിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റ് ആയല്ലോ അല്ലേ? ഒരുപാട് പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഉത്തരം പറയാം. 30 സെക്കൻഡ്. ശരി. അപ്പോ പ്രഷർ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ അങ്ങനെ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അണ്ടർ പ്രഷർ, അങ്ങനെ ഒരു പ്രഷർ കുക്കറിൽ ഇരുന്ന് ഇങ്ങനെ വിസിൽ ഇപ്പൊ മുഴങ്ങുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന രൂപത്തിൽ ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടില്ല. അങ്ങനെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പോ നമുക്കൊരു സ്ട്രോങ് എഡിറ്റോറിയൽ ബോർഡ് ഉണ്ട്. ആ എഡിറ്റോറിയൽ ബോർഡ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ചാനൽ മാത്രമാണ് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ കാണാനും കഴിയുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡ്. ഇതാണ് ആ സംവിധാനം. ഇതൊക്കെയാണ് അവരുടെ നിലപാടുകളിൽ നിന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ് ഞങ്ങളുടേത്. അതിൽ ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരാറുണ്ട്. അതിൽ ഒരു വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഒരു പ്രഷറും മാനേജ്മെന്റ് എന്ന് പറയുന്ന ആസച്ച് അങ്ങനെ മാനേജ്മെന്റ് ഇങ്ങനെ കൽപ്പിക്കുകയും അത് ന്യൂസ് റൂമിൽ ഇരിക്കുന്ന ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റം അല്ല. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ന്യൂസ് റൂമാണ്. നമുക്ക് ഏതാനും ചോദ്യങ്ങളിലേക്ക് കടന്ന് ഒന്ന് ഇന്ററാക്ട് ചെയ്തതിനു ശേഷം അങ്ങോട്ടേക്ക് വരാം. ജോണി ലൂക്കോസിനോട് ഒരു ചെറിയ സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. PG ഗോവിന്ദനായർ പിന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് ജോണി ലൂക്കോസ് മനസ്സിലെന്തായിരുന്നു ഈ അങ്ങനെ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം? ഇതിപ്പം പിന്നെ പത്രക്കാരുടെ ഒരു സമയമല്ല, ഇത് രാഷ്ട്രീയക്കാരുടെ സമയമൊന്നുമല്ല. അത് ആ മനസ്സിൽ അന്ന് എന്തിനു വേണ്ടിയാണ് ഇന്റർവ്യൂ ചെയ്തത്? അത് എനിക്ക് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ. പക്ഷേ ഒരുപാട് പഴയ കാര്യമാണ്. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ചെയ്യാറില്ല. അത് പറഞ്ഞ് സംസാരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സംഭാഷണം തന്നെയാണ്. രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പൊ ആ സംഭാഷണത്തിനകത്ത് ഒരുപക്ഷെ അവർ നേരത്തെ ഉദ്ദേശിച്ചതിൽ കൂടുതൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. അത് ആ സംഭാഷണത്തിന്റെ ഗതി അങ്ങനെയായി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ പുതിയ കാലത്ത്, ഇതൊരു 10-22-23 വർഷം മുമ്പുള്ള പുതിയ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആ ഒരു പിന്തുണ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം എനിക്ക് തന്നു എന്നതാണ്. അത് മാത്രം ഞാൻ പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പാർട്ടിയിൽ നിന്നും എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി. AKG സെന്ററിൽ നിന്ന് വളരെ ദയനീയമായിട്ട് അദ്ദേഹം ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് പോകുന്ന വിഷ്വൽ വരികയാണ്. 1 വർഷത്തോളം പല പല വേദികളിൽ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, "Sir, as the state committee member of the CPM, I should have been more careful. As a journalist, you did your job well" എന്നാണ് ഗോവിന്ദപിള്ള പറഞ്ഞത്. അങ്ങനെ ഒരു സമീപനം, അങ്ങനെ ഒരു മനോഭാവം ഇപ്പോഴത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു ചോദ്യം 1 മിനിറ്റിനുള്ളിൽ 2 ചോദ്യം. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ എം പിയോടും ശ്രീ നാരായണൻ എം എൽ എയോടുമാണ്. എൻ്റെ എം എൽ എ പ്രമോദ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ശ്രീ VD സതീശന് ഇങ്ങനെ നിയമസഭയിൽ 25 വർഷത്തെ പാരമ്പര്യമുള്ള VD സതീശനോട് നമ്മുടെ
മുതിർന്ന നിയമസഭാ സാമാജികനായ മാത്യു ടി തോമസ് എന്ന് പറയുന്നു, മുഖ്യമന്ത്രിയോട് പച്ചക്കള്ളം എന്ന് പറയരുത്. പച്ചക്കള്ളം എന്ന് പറയുന്നത് പാർലമെന്ററി വാക്കല്ല, വാസ്തവ വിരുദ്ധം എന്നാണ് പറയേണ്ടത്. അപ്പൊ സാധാരണക്കാരെ എന്നെ പോലുള്ള ആളുകൾ ചോദിക്കാനുള്ളത്, പാർലമെന്ററി അൺപാർലമെന്ററി എന്ന് വല്ല ഡിക്ഷണറി വല്ല ഇരിപ്പുണ്ടോ, എങ്ങനെയാണ് ഇത്? മാധ്യമക്കാർക്കും ഈ പാർലമെന്ററി അതുകൊണ്ട് ഒരു ചെറിയ കാര്യം. അതുപോലെ തന്നെ സുജയ പാർവതിയോട് ഇന്ന് ഞാൻ ആലോചിക്കുന്ന ചോദ്യം ചോദിക്കും, നിങ്ങൾ വളരെ വാശിയും ആവേശത്തോടൊക്കെ ഒന്ന് വലിയ മീറ്റ് എഡിറ്റേഴ്സ് എന്നൊക്കെ പറയും, ഇത് നേരത്തെ തീരുമാനിക്കും, ഇന്ന് അടിച്ച് പിരിയണം, കരഞ്ഞു പിരിയണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറയുന്നതാണ്. ആദ്യം എം പിയിലേക്ക് പോയിട്ട് ചോദ്യം, ഈ അൺപാർലമെന്ററി പാർലമെന്ററി പദപ്രയോഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ലിഖിതമായിട്ടും അലിഖിതമായിട്ടും ഉണ്ട്. നിയമസഭയുടെ പാർലമെന്ററി കീഴ്വഴക്കങ്ങളുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും, മാത്യു ടി തോമസ് ഒരു സീനിയർ ആയിട്ടുള്ള നിയമസഭാ സാമാജികരാണ്. അദ്ദേഹം വി ഡി സതീശനോട് വന്നപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തി ക്ഷമാപണം നടത്തി വളരെ നല്ല മാതൃക കാണിച്ച ഒരു കാര്യമാണ്. ആ സ്പീക്കർ റൂളിങ്ങുകളൊക്കെ എഴുതി വെച്ചതുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നിയമസഭാ ചട്ടങ്ങളുണ്ട്. അതിനൊക്കെ അല്ലാതെ വരുമ്പോൾ സ്പീക്കർ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പലരും അത് വാശി പിടിച്ചത് തിരുത്താറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രക്ഷുബ്ധമാകുമ്പോൾ സഭാരേഖകളിൽ നിന്നും അത് നീക്കം ചെയ്യാനുള്ള അധികാരം സ്പീക്കർക്കുണ്ട്. ലോക്സഭയിലുണ്ട്, നിയമസഭയിലുണ്ട്. പ്രമോദ് നാരായണൻ ഓർക്കേണ്ടത് റാന്നി MLA ആയി ഉറങ്ങുകയും റാന്നി അദ്ദേഹത്തിന്റെ പേര് തന്നെ റാന്നിയാണ്. പക്ഷേ അത് കേട്ടപ്പോ എനിക്ക് പലപ്പോഴും തോന്നി, ഇനി വേറെ ആരെങ്കിലും MP ആകണമെന്നാണ്. ആരും പറയാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ശ്രീ പ്രമോദ് നാരായണന് മറുപടി പറയുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എനിക്കതിനകത്ത് അങ്ങ് പറഞ്ഞതിനകത്ത് ഈ സഭാരേഖകൾ ഉണ്ടാകരുത് എന്നത് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. അതായത് സഭയുടെ രേഖ എന്ന് പറയുന്നത് ഒരു ചരിത്ര രേഖയാണ്. ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ കൃത്യമായി പോകുന്നതാണ്. ഏറ്റവും കൂടുതൽ നിയമസഭാ ലൈബ്രറി ഉപയോഗിക്കുന്ന വരം തന്നെയാണ്. ഞാനത് ജോണിക്കോ സാർ, നമുക്ക് അത്ഭുതം തോന്നും. ബിക്കോസ് ഇപ്പൊ നമ്മള് മാതാപിതാ ഗുരു ഗൂഗിൾ എന്നാണല്ലോ, ഗൂഗിളേ എന്നാണ് വിളിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് കേരളത്തിന്റെ ആദ്യകാല നിയമസഭാ സാമാജികർ നടത്തിയ പ്രസംഗങ്ങൾ എത്ര ആഴത്തിലുള്ളതാണ്. മാണിസാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആളുകൾ നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ അതൊരു ചരിത്രമാണ്. അപ്പോൾ നിയമസഭയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളിങ്ങനെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ആളുകളെ ചോദിക്കണം, ഇവരെന്തിനാ ഇങ്ങനെ തല്ലുകൊടുക്കുന്നു? പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ്, വിയോജിക്കാണ്. യഥാർത്ഥത്തിൽ ബഹിഷ്കരിച്ചു പോയിട്ട് തിരികെ വരുന്നുണ്ട്. നിയമസഭാ ചടങ്ങ് തുടർന്നുള്ള നടപടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യും. ഒരു നിയമസഭാ കാലം തന്നെ ബഹിഷ്കരിച്ചാണ് പോകുന്നതെങ്കിൽ അതിന് പോകാനുള്ള വാതിലും വേറെയാണ്. അതേപോലെ രേഖയിൽ ഉണ്ടാകരുത് എന്ന് പലപ്പോഴും സാർ, രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് രേഖയിൽ ഉണ്ടാകണമെന്നാണ്, അത് വരും കാലത്തേക്കുള്ള ഒരു നിയമസഭയുടെ നിക്ഷേപമാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ആ നിക്ഷേപത്തിൽ അത് വളരെ പ്രധാനമാണ്. ഒരു നിയമസഭ നൽകുന്ന വരുംകാല തങ്ങളുടെ നിക്ഷേപത്തിൽ ഒരു വാക്കുണ്ടാകാൻ പാടില്ല എന്ന സ്പീക്കർ തന്നെ റൂളിംഗ് നൽകും. അതോടൊപ്പം തന്നെ കീഴ്വഴക്കങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അക്കാന്ന് സ്വീകരിച്ചത് വലിയ മാതൃകയാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തോട് ബഹുമാനമാണ് ആ സമയത്ത് തോന്നിയത്. നിയമസഭ തല്ലിപ്പൊളിക്കുന്നത് ചരിത്രത്തിൽ പറയണ്ട എന്നുള്ളതാണ്. അത് അർത്ഥത്തിൽ വേണം. നിയമസഭയ്ക്കകത്ത് ഞാൻ ഇതാണ് പ്രശ്നം. നമ്മളൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പെടുന്ന മറ്റൊരു ചോദ്യം കൊണ്ട് ആ പറഞ്ഞ കാര്യത്തെ എങ്ങനെ എടുത്തും എന്നൊരു ഉദാഹരണമാണ് അങ്ങയുടെ നിരീക്ഷണം. നമുക്കൊരു ചോദ്യത്തിലേക്ക് പോലും ജേർണലിസം റിലേറ്റഡ് ചോദ്യമാണ്. നേരത്തെ നിങ്ങളിങ്ങനെ തീരുമാനിക്കുക ഇന്നും അത് ഭയങ്കര രസമുള്ള ചോദ്യം. അല്ലെ, അതുപോലെ തന്നെ ഹാഷ്മിയുടെ എൻകൗണ്ടറിലെ അതൊക്കെ ഇപ്പൊ ചോദിക്കാനുണ്ടോ? എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ഒറ്റ തവണ പറയുള്ളൂ, ട്രേഡ് സീക്രട്ട് ആണ്. അപ്പോ ഈ സബ്ജക്റ്റ് നമ്മൾ ആ ദിവസത്തെ വിഷയം എന്താണ് എന്നതാണ്. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിക്കായിരുന്നു വിഷയം. നിയന്ത്രണം നഷ്ടപ്പെട്ടോ?
എന്തായാലും ഒരു ചോദ്യം ആ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ സബ്ജക്ട് എങ്ങനെയാണ് നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്ത് ഇന്നത് പറയാൻ തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് എന്റെ കൗണ്ടർ ക്വസ്റ്റ്യൻ. ഒരു ദിവസം ഉണ്ടാകുന്ന സംഭവം അത് ദേശീയമാകട്ടെ അന്തർദേശീയമാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമാകട്ടെ കേരളത്തിലാകട്ടെ ആ ഒരു സബ്ജക്ട് ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും ഡിസൈഡ് ചെയ്യും. ആഫ്റ്റർനൂൺ ആകുമ്പോൾ ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ കാണാം. എനിക്ക് ഇവരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും എനിക്ക് കിട്ടില്ല. 4 to 6:30 എന്റെ ഷോ ആണ് ഗുഡ് ഈവനിങ് വിത്ത് സുജയ പവർ. നിങ്ങളുടെ ഏർലി മോർണിംഗ് നിങ്ങൾക്ക് ഇവിടെ അമേരിക്കയിൽ നിന്ന് കാണാൻ കഴിയും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാരണം ഇന്ത്യൻ ടൈം 40 അപ്പോ ആ സമയത്തേക്കാണ് ഈ സബ്ജക്ട് ഫിക്സ് ആവുക. സബ്ജക്ട് ഫിക്സ് ആയി കഴിയുമ്പോഴേക്കും ഇരുന്ന് എല്ലാവരും അതിൽ പറയാനായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എല്ലാവരും കളക്ട് ചെയ്യാറുണ്ട്. ഞാനത് ഈ എന്റെ ഷോയ്ക്കിടെ തന്നെയാണ് ചെയ്യാറുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്ന് ആ വിഷയത്തിൽ എന്താണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം അതിന് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനത് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എല്ലാവരും പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതിൽ ഉണ്ടാവാറില്ല. ഓരോരുത്തരും എന്താണ് പറയുന്നത് എന്നുള്ളത് അപ്പോൾ പറയുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഞാനൊരു നോട്ട്ബുക്ക് ഒക്കെ ആയിട്ട് ഒരു പഠിപ്പിയായിട്ട് വന്ന് അവിടെ ഇരിക്കുന്നത്. കാരണം ഇവര് എല്ലാവരും എന്നെക്കാൾ കൂടുതൽ സമയം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവര് പറയുന്നതിന്റെ ഒരു കൗണ്ടർ ഞാൻ ആ സമയത്താണ് ആലോചിക്കുന്നത്. ടു ബി ഓണസ്റ്റ് ആ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ടാണ് പറയാറുള്ളത്. ഇതേ ചോദ്യം എനിക്ക് തോന്നുന്നു എൻകൗണ്ടർ ചെയ്യുന്ന ഹാഷ്മി, ന്യൂസ് അവർ ചെയ്യുന്ന അബ്ജോദ് പ്രേക്ഷകർക്ക് അല്ല ഇവിടെയുള്ളവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാവും. നിങ്ങളൊരു വിഷയം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതുകൂടാതെ അതിഥികൾ ഇപ്പോൾ എല്ലാ ചാനലും നോക്കിക്കഴിഞ്ഞാലും ഒരേ പരിചിതമായ പല മുഖങ്ങൾ നിരവധി തവണ വരുന്നു. ഈ അതിഥികളെ കിട്ടുന്നതിൽ നിങ്ങൾക്കൊരു ഷോർട്ടേജ് ഉണ്ടോ? അല്ലെങ്കിൽ അതൊക്കെ തീരുമാനിക്കുന്നത് അതിന്റെ പ്രോസസ്സിനെ കുറിച്ചൊന്ന് വളരെ ലഘുവായി രണ്ടുപേരും വിവരിച്ചാൽ അത് നന്നാവും. ഉച്ച കഴിയുമ്പോൾ നമുക്ക് ഒരു എഡിറ്റോറിയൽ മീറ്റിംഗ് ഉണ്ടാവും. ചെറിയൊരു എഡിറ്റോറിയൽ മീറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. അതിൽ എഡിറ്റോറിയൽ ഇരുന്നിട്ട് നമുക്ക് ആ വിഷയം ആ ദിവസം എടുക്കാൻ കഴിയുന്ന വിഷയമെന്ന ആലോചനയുണ്ട്. അങ്ങനെ കൂട്ടായ ആലോചനയിലാണ് ആ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ ദിവസം ചർച്ച ചെയ്യുന്ന വിഷയം തീരുമാനിക്കപ്പെടുക. അതിഥികൾ നേരത്തെ നമുക്ക് നമ്മുടെ പ്രിഫറൻസിൽ വിളിക്കുക. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ ഗസ്റ്റ് കോർഡിനേറ്ററുണ്ട്. നമ്മൾ അവരെ വിളിച്ച് പറയുക, അവർക്ക് അത് തരികയാണ്. അപ്പൊ അത് കാരണം ചിലപ്പോൾ ഇതൊരു ആവർത്തനത്തിൽ വരും, ചിലപ്പോൾ അത്ര നല്ലതല്ലാത്ത ഗസ്റ്റുകൾ വരും. അത് നമ്മുടെ പ്രിഫറൻസിലുള്ള കാര്യം. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം അല്ലാതെ നമ്മൾ വിളിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഇൻട്രോ പ്രിപ്പയർ ചെയ്യുന്നതാണോ എഴുതി വായിക്കുന്നതാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. രണ്ടുമുണ്ട്, രണ്ട് സംഭവിക്കാറുണ്ട്. ചിലപ്പോ എത്ര മുന്നേ ഈ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour മുമ്പ് എഴുതും. രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ചിലപ്പം ഓഫാൻഡായി മനസ്സിലടിക്കി വെച്ച് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ ചില വൈകാരിക വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ ഈ പറഞ്ഞ അൺപാർലമെന്ററി ആയി പോകും. അത് അടുത്ത കാലത്ത് നമ്മുടെ ഓപ്പറേഷൻ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർച്ചയിൽ ഒരു ഇൻട്രോ. അപ്പൊ അതിനകത്ത് പാകിസ്ഥാനോട് അഭിസംബോധന പറഞ്ഞു, ഇന്ത്യക്ക് അണ്ണാക്കിലേക്ക് പോയത് റഫാൻ എന്ന് അണ്ണാക്കുന്ന വാക്ക് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം എന്റെ മലയാള സാർ വിളിച്ചു. കാശ്മീർ നമ്മൾ ഈ ഓണയറിൽ ഇങ്ങനെ നമ്മളിങ്ങനെ അണ്ണാക്ക് എന്ന വാക്ക് പറയാമോ കാശ്മീർ എന്നോട് മലയാള സാർ ചോദിച്ചു. ഞാൻ സാറേ അണ്ണാക്കിൽ ഒരു അർത്ഥ സാറെ പറയാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ അതായത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ എന്താണ് ടൈപ്പ് എഴുതി ടൈപ്പ് അല്ലാത്ത പറയുകയാണെങ്കിൽ ചിലപ്പോൾ വൈകാരികമാണെങ്കിൽ അതുപോലെ ചില വാക്കുകൾ കയറി വരും. അപ്പൊ ഞാൻ പരമാവധി രണ്ടും ചെയ്യാറുണ്ട്. ന്യൂസ് അവറിന്റെ ഒരു പ്രോസസ് ഈ ഇപ്പോ കാശ്മീർ പറഞ്ഞത് ഈ പഴയ മാഷന്മാരൊക്കെ വലിയ ശല്യമാണ്. ഇപ്പോ ബൂക്കേഴ്സ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചതുമായി ബന്ധപ്പെട്ട ദിവസത്തെ മോർണിംഗ് ഷോയ്ക്കാണ് വീക്കേഴ്സ് എന്ന് ഞാൻ പറയുന്നത്. വി ഡു കെയർ എന്ന് എനിക്ക് അറിയാത്തോണ്ടല്ലോ. പക്ഷെ എന്റെ പഴയ ഇംഗ്ലീഷ് മാഷ് LP സ്കൂളിൽ പഠിപ്പിച്ച പക്ഷെ അങ്ങനെ പറയാറില്ല പ്രയോഗം. ഞാനപ്പോ എനിക്ക് മറുപടി ചോദിച്ചു, സാർ എന്നാലേ പ്രാസം ശരിയാവത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത്. ന്യൂസ് അവറിന് വേണ്ടി എനിക്കിപ്പോഴും ന്യൂസ് അവർ ഭയങ്കര വെല്ലുവിളിയുള്ളൊരു വേറെ ഒന്നുകൊണ്ടല്ല. ഈ നമ്മളിപ്പോ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും ഈ മീറ്ററിൽ ഭയങ്കര മുമ്പിലുള്ളൊരു സമയമാണ്. അതെന്തിനാണ് എന്നെ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം ഏൽപ്പിച്ചതെന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല. അപ്പോ ഗസ്റ്റിനെ വിളിക്കൽ ഇപ്പോഴും നമ്മൾ നേരിടുന്ന നമ്മളിപ്പോ നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൊള്ളാവുന്ന ആളുകൾ വളരെ പരിമിതമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യം നന്നായിട്ട് കല്ലുണ്ടാക്കാൻ ആൾക്കാരെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അതല്ലാതെ ഒരു വിഷയത്തിൽ ആഴത്തിൽ സംസാരിക്കാനോ ഗൗരവത്തിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പല വശങ്ങൾ പറയാനോ അങ്ങനെയുള്ള ആളുകൾ തീരെ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായി ഒരേ ആൾക്കാരുണ്ട്. പ്രമോദനം സംസാരിക്കും. ഞാൻ ഒരു ചർച്ചയിൽ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഡിപ്ലോമാറ്റിക് ഒഴിഞ്ഞു മാറും. കാര്യം പുള്ളി വന്നു വല്ല പറഞ്ഞു കഴിഞ്ഞാൽ എതിർ പാർട്ടിക്കാരുടെ കൂടെ കിട്ടാതായി പോകും ആശങ്ക. അങ്ങനെയുള്ള രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരെ കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഗസ്റ്റിനെ വിളിക്കുമ്പോൾ പതിവായി ചില ആളുകൾ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പിന്നെ നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചത്. അപ്പൊ ഹാഷ്മി ഇന്നിപ്പോ ഒരു സംഭവം ഒരു നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യം
എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സുജയ ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളിത് അങ്ങോട്ടേക്ക് ആലോചിച്ച് കുറച്ച് ഇന്ന് ഒരാൾ ഇന്നത് പറയാം, ഒരാൾ ഇന്നത് പറയാം എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതേ പറയും. ഒരു ചോദ്യമുണ്ട്, ഇവിടെ നിന്ന് ഒരു ചോദ്യമുണ്ട്. MLA-യോട് ഒറ്റ ചോദ്യമുള്ളൂ. MLA പറയുന്നുണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് മരുമകൻ എന്ന് പറയുന്നു, അദ്ദേഹം DYF-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ പിണറായി വിജയന്റെ മരുമകനും കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒറ്റ ചോദ്യം പത്രക്കാരോടാണ്. എല്ലാവരും രാഹുൽ മാങ്കോട്ടത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ പാലക്കാട്ടിൽ നിന്നും വരുന്ന ആളാണ്. അവിടുത്തെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസും ജില്ലാ സെക്രട്ടറിയും ഒക്കെ വന്നതുകൊണ്ട് നമ്മുടെ MP-യോടും ഷാഫിയോടും എല്ലാം നല്ല ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഷാഫി ഇപ്പൊ പോലീസ് ലാത്തിചാർജ് ചെയ്ത് ഷാഫി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഷാഫിയെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തും പോയിരിക്കുന്നു. എനിക്ക് പത്രക്കാരോട് എല്ലാവരും ചോദിക്കാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവുമില്ല, ഒരു കേസുമില്ല, ഒന്നുമില്ല. ഇനിയും ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിയെന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ പത്രക്കാരെല്ലാം വിചാരിച്ചാൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പത്രക്കാരുടെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തെളിയിക്കട്ടെ, അയാളൊരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ, ചാനലുകൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ, ഈ പുറത്തു വന്ന വാർത്തകൾക്കെതിരെ സോഷ്യൽ മീഡിയ ഇതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ. ബാക്കി ആളുകളൊക്കെ നിഷേധിച്ച് പരസ്യമായി രംഗത്ത് വന്നില്ല. നമുക്കിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു വാശിയും ഇല്ല. അയാൾ നിഷേധിക്കട്ടെ, അയാൾ വന്നിട്ട് പറയട്ടെ, എനിക്കെതിരെ പറഞ്ഞത് മുഴുവൻ വ്യാജമാണ്, ഇല്ലാത്തതാണ്, ഞാൻ ഈ ശബ്ദം എന്റെ ശബ്ദമല്ല, ഞാൻ ഇങ്ങനെ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് അയാൾ കൊണ്ട് പറയട്ടെ. അദ്ദേഹം ഒരിക്കലും അത് നിഷേധിച്ചിട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് ഇത്രയും പേര് വന്നു, ഏഷ്യനെറ്റും കൈരളിയും 24 ന്യൂസും, നിങ്ങളെ ആരും ആദരിക്കുന്നില്ല. ഞാൻ എന്റെ പേഴ്സണായിട്ട് എന്റെ റോൾ വേണ്ടി റോയ് സെക്രട്ടറി ആദരിക്കുകയാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, എല്ലാവരും നല്ലതായിട്ട് നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു മിനിറ്റ് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും നല്ലവരാണ്, എങ്കിലും ഒരാൾ ഹാഷ്മി 24 ന്യൂസിൽ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അന്ന് കോട്ടയത്ത് മെഡിക്കൽ കോളേജില് ഒരു സ്ത്രീ ബാത്റൂമിൽ പോയപ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണ് മരിച്ചുപോയി. അപ്പൊ വീണ ജോർജ് അവിടെ വന്നിട്ട് പറഞ്ഞു, അവിടെ ആരുമില്ല. ഒരു മന്ത്രി വൈകിട്ട് ഒരു സ്ത്രീ മന്ത്രി ഡാൻസ് കളിക്കും, സുബ ഡാൻസ്. ആ ഹാഷ്മിയുടെ ഭർത്താവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിണറായി വിജയൻ നിങ്ങൾ ഇറക്കി പോവുക, എന്തുമായി കാണിക്കുന്നത്? ഞാൻ പറയാം, രാജമാണിക്ക് സിനിമയിൽ കണ്ട് വന്നിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ സുബ ഡാൻസ് കളിച്ചത്. ഐ അപ്രീഷിയേറ്റ് യു ഹാഷ്മി. താങ്ക് യു വെരി മച്ച്. എൻ്റെ ചോദ്യം എക്സ്ക്ലൂസീവ് ജേർണലിസത്തെ പറ്റിയാണ്. ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ചേണ്ടത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഒരു TV സ്ക്രീനെ പോലെ നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റില്ലല്ലോ. താങ്ക് യു. എൻ്റെ ചോദ്യം ഇതാണ്, ജേർണലിസത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് വകുപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അമേരിക്കൻ ജേർണലിസത്തിൽ അത് വളരെ വളരെ പ്രൊമനൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊക്കെ അറിയാം, വാട്ടർഗേറ്റ് അമേരിക്കൻ പ്രസിഡന്റിനെ വരെ തൂത്തെറിഞ്ഞത് വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു അപ്രന്റീസ് ഫെയിലാണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ കാണുന്നത് നിങ്ങളുടെ ജേർണലിസത്തിൽ ഒരു സംഭവത്തെ പറ്റി വളരെ എക്സലൻ്റായിട്ട് പറഞ്ഞു ആൾക്കാരെല്ലാം TV-യുടെ മുന്നേ പിടിച്ചിരുത്തിയേച്ച് വേറൊരു സംഗതി വരുമ്പോൾ ഇതെല്ലാം ഇട്ടേച്ച് അതിൻ്റെ പുറകെ ഓടും. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പോകുന്നതല്ലാതെ ഒന്നിനെ പർസ്യൂ ചെയ്ത് അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് സംഗതി വെളിയിൽ കൊണ്ടുവരാനായിട്ടൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഒരു പാതയിൽ നിങ്ങളാരും പോകാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ശബരിമലയിലാണെങ്കിൽ തന്നെ സ്വർണം പോയി, നിങ്ങൾ അവർ വിവരം പോലീസ് കൊടുക്കുന്ന വാർത്ത മാത്രമേ നിങ്ങൾ പറയാറുള്ളൂ, അത് ബേസ്ഡ് ആയിരിക്കും, ബയസ്ഡും ആയിരിക്കും. എല്ലാ ചാനലുകളും വളരെ വിശദമായ ക്യാമ്പയിനുകളൊക്കെ നടത്താറുണ്ട് ഒരു വിഷയത്തെ കുറിച്ച്. അങ്ങനെയല്ല, ഇപ്പോ പറഞ്ഞതിൽ ചിലപ്പോൾ അതിനകത്തേക്കുള്ള പുതിയൊരു ടെലിവിഷൻ ശീലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം കുറവായിരിക്കും. ഒറ്റ ചോദ്യം എനിക്ക് തിരിച്ചുള്ളൂ. ഇപ്പോ ഒരു വിഷയത്തിൽ നമ്മൾ നിൽക്കുകയാണ്, ഈ ശബരിമല ഇത് തന്നെ വൈകിട്ട് 3 മണി 4 മണി വരെ. അപ്പോ ഒരു പാലം തകർന്നു വീണു. അപ്പൊ നമ്മള് ഇത് വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ചാനലിലേക്ക് പോയില്ലേ? വേറെ റിപ്പോർട്ടേഴ്സ് മറ്റേതിൽ അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു, അതിന്റെ മുകളിൽ നിന്ന് മുഴുവൻ നേരം ബ്രേക്കിംഗ് ന്യൂസ് അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് ഇപ്പം പോയി. പണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റോറീസ് നമ്മൾ തന്നെ പിന്തുടർന്ന് അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറവാണെന്നുള്ളത് വാസ്തവമാണ്.
പക്ഷെ ആ TV വ്യൂവിങ്ങിന്റെ കൾച്ചർ അതുപോലെ ആയിപ്പോയി. നമുക്ക് എന്താ പറയുന്നത്, ഗ്രേറ്റസ്റ്റ് ദ ലേറ്റസ്റ്റ്, അത് മാത്രം മതി ആളുകൾക്ക്. അതിൽ നിന്ന് നമ്മൾ എപ്പം മാറുന്നു അവിടെ നമുക്ക് ശരിക്കും കാണാം. റേറ്റിംഗ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അതിന്റെ നമ്പർ ഇടിയുന്നത്. അപ്പൊ ആളുകൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ നിൽക്കാനുള്ള ഒരു പ്രവണത വന്നതോടുകൂടിയാണ് സ്വന്തമായിട്ടുള്ള സ്റ്റോറീസ് ചെയ്യുന്നതിന്റെ പിന്നാലെ പോകുന്നത് കുറഞ്ഞത്. ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് വിചാരണ പോലുള്ള നിരവധി പരിപാടികൾ സംവിധാനം ചെയ്ത ആളാണ്. ലിജന്റെ അഭിപ്രായം എന്താണ്? ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാതെ നിന്നും ഒരു വിഷയത്തിന്റെ അവസാനം കണ്ടെത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് ഈ ഒരു അഭിപ്രായം. ഈ ജോലി പറയുന്നത് തീർച്ചയായിട്ടും തന്നെയാണ്. എനിക്ക് തോന്നുന്നു വാർത്തകൾക്ക് പിന്നാലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ചില പരിമിതികളുണ്ട്. ഒരു വാർത്ത നമ്മളൊരു ഇവിടെ നോക്കുമ്പോഴായിരിക്കും അവിടെ ആ പുലി വിളിച്ചു അല്ലെങ്കിൽ ആന ഇറങ്ങി, അപ്പൊ നിങ്ങൾ കോഴിക്കോട് തന്നെ വയനാട്ടിലേക്ക് പോകും, നിങ്ങൾ വയനാട്ടിൽ ഈ തരത്തിലേക്ക് റിപ്പോർട്ടിംഗ് മാറി. നമ്മളിപ്പോ മത്സരം കൂടുമ്പോൾ ആദ്യം വാർത്ത നൽകുക എന്നൊരു ശീലം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ നേരത്തെയുള്ള ചർച്ചയ്ക്ക് തുടർച്ചയായിട്ട് ഒരു കാര്യം പറയുന്നത്, ഇപ്പോ ഹാഷ്മി ആണെങ്കിലും അബ്ദുൾ ആണെങ്കിലും ഒരു വളരെ സുജയാണെങ്കിലും നമ്മൾ ക്ലിയർ ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നാക്ക് മറ്റുള്ളവരുടേതാണോ എന്നൊരു ചോദ്യം. അതായത് മറ്റുള്ളവർ പറഞ്ഞത് മാനേജ്മെന്റിന്റെ ശബ്ദമാണ് നിങ്ങൾ പറയുന്നത്. ഒരു എഡിറ്റോറിയൽ പോളിസി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ചകളിലും ഈ ഇവർ പറയുന്ന ഈ ഡിബേറ്റുകളിലുമൊക്കെ ഇവർ പറയുന്ന വേർഷൻ ആരും ഇവർക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതല്ല, ഇവരുടെ സ്വന്തം വാക്കുകളാണ്. ഞാനൊരു ചെറിയൊരു കാര്യം പറയണം. മുമ്പ് ഒരു ചർച്ച പോയപ്പോൾ നമ്മുടെ ഒരു ആങ്കർ പറയാണ്, സുരേന്ദ്രൻ കേരളത്തിൽ പ്രസിഡന്റായിരുന്നു. ഹലോ, അതെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ഒരു ആങ്കർ ലൈവിൽ പറയും. ഇത് വലിയ പ്രശ്നമാക്കിയിട്ട് ഇവരിതിനകത്ത് കാണുന്നത് ഇത് മാനേജ്മെന്റ്, നമ്മുടെ മാനേജ്മെന്റ് ഇടപെട്ട് ഇവരെ കൊണ്ട് ഇത് പറയിച്ചതാണ് എന്നൊരുതാണ്. ലൈവിലിരിക്കുന്ന ഒരാളുടെ ഒരു ജേർണലിസ്റ്റിന്റെയും ആ സമയത്ത് മറ്റൊരു ഇടപെടലുകൾ സാധാരണഗതിയിൽ നമ്മുടെ ചാനലുകൾ ഉണ്ടാകാറില്ല. ആത്യന്തികമായി ഈ ഷോകളെല്ലാം ഇവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്നെനിക്ക് ക്ലാരിറ്റിയോടെ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ജോണിക്ക് വന്നപ്പോൾ എഡിറ്റോറിയൽ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മീറ്റിംഗിൽ ഇവരോട് ചിലപ്പോൾ നമ്മൾ ഇന്നയാണ് നമ്മൾ ചുരുക്കാൻ പോകുന്ന വിഷയം ഇതാണ്, നമ്മുടെ നിർദ്ദേശം ഇതാണ്, നമ്മുടെ പോളിസി ഇതാണ്. ഇതിനപ്പുറം ഈ നിങ്ങൾ ടെലിവിഷനിൽ കാണുന്ന ആങ്കർമാരുടെ ശബ്ദമാകാൻ ഒരു എഡിറ്ററോ ഒരു മാനേജ്മെന്റോ നിലവിലെ അവസ്ഥയിൽ തയ്യാറാവുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പല ആളുകളും പങ്കെടുക്കുന്ന ചർച്ചയിൽ നമ്മളിപ്പോ ഒരു പോളിസി ഇന്ന വഴിക്കാണെന്ന് ഇനി പറഞ്ഞു വന്നിരിക്കട്ടെ, ആ ചർച്ച പ്രാക്ടിക്കലാകാൻ പോകുന്നില്ല. ആ ചർച്ചയിൽ അതെല്ലാം വരും, നമ്മളൊന്ന് പറയേണ്ടി വരും. പറയാന്നുള്ളേ ഉള്ളൂ, അത്ര പറയുകയാണെങ്കിൽ. ഹലോ, എൻ്റെ ചോദ്യം സാറിനാണ്. കാരണം എന്താണെന്നോട്ടെ, ഞാൻ പ്രിന്റ് മീഡിയയിൽ നമ്മുടെ പ്രിന്റിങ് ആണ്. പക്ഷേ ഞാൻ നമ്മുടെ TV നമ്മുടെ പത്രം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രൂഫ് റീഡിങ്ങും എല്ലാം കഴിഞ്ഞാണ്. പക്ഷേ സാറിപ്പം പറഞ്ഞില്ലേ അത് ഒരു എഡിറ്റോറിയൽ റിവ്യൂ ഇല്ലാതെ. പക്ഷെ ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്യുന്ന വെച്ചാൽ പല നമ്മുടെ നാഷണൽ ലെവലിലുള്ള ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരത്തി എപ്പോഴും പറയുന്നൊരു വാക്കാണ് വുഹാൻ വൈറസ്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഞാൻ പറയുന്നില്ല, അമേരിക്ക ട്രംപിനെ പറ്റിയാണെങ്കിലും ചില വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് എഡിറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഇതിനകത്തൊരു ബയാസ്ഡ് അല്ല, നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ വുഹാൻ വൈറസ് എന്ന് പറഞ്ഞത് ചൈനയുടെയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആണെങ്കിലും ഓരോ പാർട്ടിയെ പറ്റി പറയുമ്പോൾ അതായത് ഒരു സബ്ജക്ട് ഒരു വേർഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ അതൊരു നിങ്ങളെ സംബന്ധിച്ചപ്പോൾ ഒരു എഡിറ്റിംഗ് ഒരു പർപ്പസ് ചോദ്യങ്ങളൊന്നും കുറച്ചുകൂടെ ചുരുക്കിയാൽ നന്നായിരിക്കും. ലൈവിൽ പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ആങ്കർ ഉപയോഗിക്കുന്ന വാക്കിനെയോ മറ്റോ തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റില്ല. ഒരു പക്ഷെ അതൊരു റിവ്യൂ അടുത്തതായി ഈ പറയുന്ന നമ്മുടെ ഉച്ചയ്ക്ക് നടക്കുന്ന ഒരു മീറ്റിംഗിൽ ഒരു റിവ്യൂ ഉണ്ടാവും. ആ റിവ്യൂവിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെയുണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഒരു നിർദ്ദേശം നൽകാൻ മാത്രമേ അതിനുള്ള അവസ്ഥ നമുക്ക് പറ്റൂ. ഓക്കെ, ഒരു വനിതയ്ക്ക് 10 മിനിറ്റിൽ ഒരു വനിതയ്ക്ക് ചോദ്യം, ഒരു ജെൻസി എനിക്ക് ചോദിക്കാവുന്നത്, നമ്മൾ സൈബർ പോരാളികളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സൈബർ പോരാളികളുണ്ടോ? ഉദാഹരണമായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് മാധ്യമ പ്രവർത്തകരെ നോക്കിക്കൊണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു നോട്ടിട്ടപ്പോൾ
ഒരു 10-500 പേരാണ് അതിന്റെ അടിയിൽ സൈബർ പോരാളികളെ പോലെ എനിക്കെതിരായിട്ട് വന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഏതോ എല്ലാ രാഷ്ട്രീയക്കാർക്കും പെയ്ഡായിട്ടുള്ള സൈബർ പോരാളികളുണ്ട്. അവർക്കെതിരായി സംസാരിക്കുന്നവർ വായടയ്ക്കുവാനും വിരൽ ചൂട്ടുന്നവരെ വിലങ്ങി വെക്കുവാനുമായി ശ്രമിക്കുന്ന രാഷ്ട്രീയ സൈബർ പാർട്ടികളുണ്ട്. Currently 2025 strategy വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 38% of youngsters കേരളത്തിലിരുന്ന് എല്ലാം പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഏജ് 22 to 35. പക്ഷേ ഇതിപ്പോ മാറി വരിക. പുറത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സ്ട്രാറ്റജി 2025 നോക്കുന്നത് 22 to 23% അൺഎംപ്ലോയിഡ് ആണ് നാട്ടിൽ. എന്നിട്ട് ആൾക്കാരൊക്കെ പുറത്തുനിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരിക, ബിക്കോസ് ഓഫ് ദ വിസ പ്രോസസ്, പിന്നെ കുറേ പ്രശ്നങ്ങളായതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഫെസിലിറ്റീസ് പൊളിറ്റീഷ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മീഡിയ ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ യങ്സ്റ്റേഴ്സ് ഇത് നോക്കുന്നത്, പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്, അവർക്കൊക്കെ ഇത് കേൾക്കണ്ട. കാരണം എപ്പോഴും നോക്കുന്നത് പോളിറ്റിക്സും കാര്യങ്ങളൊക്കെ. അവർക്ക് വേണ്ടത് എന്താവും കേരളത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് തിരിച്ച് ഇവിടെ വളരെ വ്യക്തമാണ് ചോദ്യം. MP അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും ഓൾ ഓവർ ഇന്ത്യ നമുക്ക് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായുള്ള ചെറുപ്പക്കാർ, യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഓൾ ഓവർ നാഷണൽ ഇന്ത്യയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തലത്തിൽ പൊതുമേഖലാ സ്ഥലത്തിലൊക്കെ പിന്നെ തൊഴിലിന് പരിമിതിയുണ്ട്. പക്ഷെ നമ്മൾ ധാരാളം പ്രൈവറ്റ് സെക്ടറിലും കഴിഞ്ഞ ഈ 15 വർഷത്തിലധികമായിട്ട് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ജോലി സാധ്യതകളൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണത്തിന് ആനുപാതികമായിട്ട് കുറവാണെങ്കിലും സാധ്യതകൾ പുതുതായി വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എൻ്റെ മണ്ഡലത്തിൽ നാഷണൽ കോറിഡോറിൻ്റെ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഏകദേശം 10,000 കോടി രൂപ മുതൽ മുടക്കി കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു വലിയ വ്യവസായ ശൃംഖലയാണ് പാലക്കാട്ട് പുതുശ്ശേരിയിൽ വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സംയുക്ത സംരംഭമാണ്. ഇതിൽ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് ഒരു ഡസനിലധികം മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിൽ പാലക്കാട്ട് പുതുശ്ശേരിയിൽ വരികയാണ്. 2400 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 25,000 പേർക്കാണ് തൊഴിൽ ലഭ്യമാകുക. 3 വർഷം കൊണ്ട് നേരിട്ടും 40,000, അതല്ലാതെ 10,000 പേർക്കും മൊത്തം 50,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന 10,000 കോടി രൂപയുടെ ദേശീയ വ്യവസായ ഇടനാഴി കേരളത്തിൽ വരികയാണ്. അത് പാലക്കാടാണ് വരുന്നത്. നല്ല വലിയൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഞാൻ സുനിൽ തൈമറ്റത്തിന്റെ കൈയ്യടി കുറച്ചുകൂടെ ഉയർന്ന് കേട്ടാൽ നന്നായിരിക്കും. സുനിൽ തൈമറ്റം മാത്രമല്ല, നിങ്ങൾ എല്ലാവർക്കും കൈയടിക്കുക. കാരണം നിങ്ങളെ കുട്ടികൾ എല്ലാവർക്കും അമേരിക്കയിൽ പിന്നെ തുടരാമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഞാൻ പാലക്കാട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ജൽദനല്ലേ, ജൽനാലെ ചോദ്യമാണ്. പക്ഷെ എനിക്ക് തൊഴിലിനപ്പുറം ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കാൻ. എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്? അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം. തൊഴിലിന് വേണ്ടി മലയാളി പോകുന്നത് ഇന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല, പക്ഷെ പഠിക്കാൻ തന്നെ പോവുകയാണ്. +2 കഴിയുന്ന ഒരു കുട്ടി ഇപ്പൊ തന്നെ പോകും. അതിന് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, ഒരു തലം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പുതിയ തലമുറ ആഗ്രഹിക്കുന്ന, അവർക്ക് യഥേഷ്ടമായി സഞ്ചരിക്കാനും ആൺപെൺ വ്യത്യാസമില്ലാതെ സൗഹൃദങ്ങൾ സൂക്ഷിക്കാനും അവർക്ക് ജീവിതത്തിൽ മലയാളി എന്ന തരത്തിൽ പലപ്പോഴും നമ്മൾ കാലങ്ങളായി സൂക്ഷിക്കുന്ന കപടമായ നമ്മുടെ ചില ചിന്തകളെ നിന്നും മോചിതരാകാനും ഒരു സമൂഹം എന്ന നിലയിൽ നാം നൽകേണ്ട ചില തുറസ്സെടുത്ത ഇടങ്ങളുണ്ട്. അത് കേരളത്തിൽ ലഭ്യമാകണം. അതുകൂടി ഇതിന് പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർത്തോളം ഞാൻ പെട്ടെന്ന് തീർത്തോളം, ചെറിയ ഭയത്തോട് സാറ് പെട്ടെന്ന് തരാം. രണ്ടാമത്തേത്, ഒരു റിട്ടേൺ മൈഗ്രേഷൻ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. റിട്ടേൺ മൈഗ്രേഷൻ ഉണ്ടാകണം. കേരളത്തിലെ ഗവൺമെന്റ്, ഭരണാധികാരികൾ, പ്രതിപക്ഷം എല്ലാം ചേർന്ന് ഒരു റിട്ടേൺ മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള സാധ്യത, ഒരു ഇക്കോ സിസ്റ്റം കേരളത്തിൽ ഉണ്ടാക്കണം. അന്ന് പോസ്റ്റ് ഫാക്ടറിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിന് വേറൊരു കാര്യമാണ് ചെയ്തത്. അല്ല, അന്ന് പാലക്കാട് ഉണ്ടാകുന്ന ബിസിനെ കുറിച്ച് പറഞ്ഞു. വേറൊരു കാര്യം, ഇപ്പൊ എന്റെ മണത്തിൽ ഞാൻ നോളജ് വില്ലേജ് പ്രോജക്റ്റ് ചെയ്തു.
കേരളത്തിൽ അത് ചെയ്യുന്ന ഒരേ ഒരു MLA ആണ്. പട്ടണത്തിലെ ഒരു പുതിയ വൈജ്ഞാനികമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂട്ടായി കേരളത്തിൽ ഭരണാധികാരികളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുപോലെ ചെയ്താൽ നമുക്ക് റിട്ടേൺ മൈഗ്രേഷൻ ഉണ്ടാകും. ഇവിടെ വന്നിപ്പം പഠിക്കുക MSന് പഠിക്കും. ഇത്തരം കേരളത്തിൽ തന്നെ പഠിക്കാൻ കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒപ്പം പല കുട്ടികൾ വന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ പോലും നിലവാരമില്ലാത്തതാണ് എന്നതും നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമുക്ക് 4 മിനിറ്റ് എനിക്ക് ഒറ്റ വാചകം പറയാനുണ്ട്. പ്രമോദനാരായണൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഈ കേരളത്തിൽ ഈ ചുംബന സമരം ഒരു പ്രതീകാത്മക സമരം. പങ്കെടുത്ത ആളുകളെ കുറിച്ചൊക്കെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നടന്ന സമയത്ത് കിടപ്പറയിൽ നടക്കേണ്ടത് കിടപ്പറയിലാണ് നടക്കേണ്ടത് പറഞ്ഞ ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നമുക്ക് 2 ചോദ്യത്തിനുള്ളിൽ അവസാനിക്കണം. റിവേഴ്സ് മൈഗ്രേഷന്റെ കാര്യം ശരിയാണ്. അപ്പൊ അത് വേണ്ടത്ര ഇപ്പൊ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇത്രയും ആസ്പിറേഷണൽ ആയിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ബ്ലീക്ക് പിക്ചർ തുടങ്ങിയിട്ടില്ല. അത് കൊടുക്കാൻ ഇപ്പൊ അതിന് പകരം നമ്മൾ പോസിറ്റീവായിട്ട് അമേരിക്കയിലും കാനഡയിലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കുറച്ചും കൂടെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. അങ്ങനെയുള്ള ഒരു പോസിറ്റിവിറ്റിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി അധികം കാലം അത് അങ്ങനെ പോകാൻ കഴിയുമെന്ന് സംശയമുണ്ട്. കാരണം അത്രയും പ്രശ്നങ്ങൾ കാനഡയിൽ നിന്നുമൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ CDSന്റെ പുതിയ പഠനത്തിൽ റിവേഴ്സ് മൈഗ്രേഷൻ 3 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ വൈദ്യത്തിന്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ബഹുമാന്യനായ MLA പറയുന്നുണ്ടായി. അത് കുറയ്ക്കാനും വേണ്ടി മീഡിയയ്ക്ക് എന്തോ ചെയ്യാൻ കഴിയും. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ, മതത്തിന് വൈദ്യത്തിന്റെ തീവ്രതയും കൂടെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും? വളരെ വിശാലമായ ചോദ്യമാണ്. കുറെ സമയമെടുക്കും. ചുരുക്കത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ തീവ്രത എങ്ങനെ കുറയ്ക്കണം? രാഷ്ട്രീയ വൈരം കുറച്ച് കൂടുകയാണെങ്കിൽ നമുക്ക് കച്ചവടം കൊടുക്കും. അല്ല, രാഷ്ട്രീയ വൈരം കുറയ്ക്കാൻ രാഷ്ട്രീയം കൂട്ടാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതിൽ മതവൈരം കുറയ്ക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ അത് സാധിക്കുമെന്ന് അറിയില്ല പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സുജയ പാർവതിയിലാണ് കേൾക്കാമോ? ഇവിടെ ഒരു 3-4 പേരോട് ചോദിച്ചാൽ അവർ പേടിച്ചിട്ട് ചോദിക്കാതിരിക്കുകയാണ്. ഒരു മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വീണ്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അടുത്ത തവണ LCM മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ ഒരു പാർട്ടിയുടെ കൂറ് കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉള്ള കാര്യം പറഞ്ഞു. അതെ, അപ്പം സോഷ്യൽ മീഡിയ വഴി കുറെ തവണ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതാണ്. പക്ഷെ അവിടെയൊന്നും ഞാൻ മത്സരിച്ച് കണ്ടില്ലല്ലോ. അതാണ് ഉത്തരം. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കും അത് സംതൃപ്തി കിട്ടുന്നുണ്ട് എന്നാണ് റെസ്പോൺസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായി സുനിൽ കൂടെ ചോദിച്ചതാണ്. 4 പേര് ഇവര് 4 പേരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞില്ല. അതല്ല, വീണാ ജോർജിനെ പോലെ ഇവിടെ ഒരു ചോദ്യം, അവിടെ ഒരു മറുപടി കേട്ടോ. വീണാ ജോർജിനെ പോലെ മാധ്യമപ്രവർത്തകർ ജനപ്രതിനിധിയാവാൻ സാധ്യതയുണ്ടോ? അതാണ് മറുപടി. മാധ്യമപ്രവർത്തകയായിട്ട് തുടരുന്നതായിരിക്കില്ലേ നല്ലത്? അതല്ലോ മറുപടി. എൻകൗണ്ടറില് ഇങ്ങനെ സബ്ജക്റ്റിന് മുമ്പായിട്ട് ആമുഖമായിട്ട് ആ പറയുന്ന ഒറ്റശ്വാസത്തിലെ ആ ഫയർ അങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് അത് നോക്കി വായിക്കുന്നതാണോ, എഴുതി വെച്ചിട്ടാണോ, അല്ല അങ്ങനെ അതർപ്പണമായി വായിക്കുന്നു എന്താണോ എന്നുള്ള സമയപരിമിതി മൂലം നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ ചോദ്യം അമേരിക്കൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. താങ്ക് യു സോ മച്ച്. അമേരിക്കയിൽ ഇപ്പോൾ ഷട്ട് ഡൗൺ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അമേരിക്കയിലെ ഷട്ട് ഡൗണിനെ കുറിച്ച് കേരളത്തിലെ പല മീഡിയകളും അമേരിക്ക അവസാനിച്ചു, അമേരിക്ക വല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നൊക്കെയാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു യഥാർത്ഥ വാട്ട് ഈസ് ഷട്ട് ഡൗൺ, എന്തോ അവിടെ സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലതുപോലെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. അല്ല, വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ആ വേർഷനാണ് കൊടുക്കുന്നത്. ഞാൻ കൃഷ്ണകൃഷ്ണന്റെ ചോദ്യത്തെ കുറിച്ചല്ല, റിപ്പോർട്ടിനെ കുറിച്ചല്ല ചോദിക്കുന്നത്.
കേരളത്തിലെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ചുരുങ്ങിയ വാക്കുകളായിരിക്കും പറയാൻ അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എങ്ങനെ കാണുന്ന ചോദിക്കുന്നത്? അതെ, നിങ്ങൾ എങ്ങനെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കാരണം വെച്ചാൽ പല കാര്യങ്ങളെ കുറിച്ചിട്ടും അമേരിക്കയിലെ സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് അവിടെ എന്താണോ അതുമായിട്ട് താല്പര്യപ്പെടുത്തിയ ആളുകൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജി അത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് വരുന്നു. ജീവിതകാലം മുഴുവൻ സുപ്രീം കോടതി ജഡ്ജി അവിടെ നിൽക്കുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരെ എത്ര പേര് നമ്മുടെ ഭാഗത്തുണ്ട് എന്ന് നോക്കിയാണ് പോളിസികൾ തന്നെ തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ നമുക്ക് അവിടെ ചിന്തിക്കാൻ പറ്റില്ല. അതൊരു ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗവൺമെന്റ് മുഴുവൻ സ്തംഭിച്ചു പോയി എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം നമുക്കതേ അറിയുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷട്ട് ഡൗൺ വരിക, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറുക എന്നുള്ള ഒരു സംഗതി അവിടെ പരിചിതമല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമസ്കാരം. നാട്ടിലെ മോട്ടോൺ അക്കൗണ്ട് പോലെയുള്ളൂ. MLA-ക്ക് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ചർച്ചയാക്കേണ്ട വലിയ വിഷയമല്ല. എനിക്ക് മരുന്നുകൊണ്ട് വരാനായിട്ട് അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയ്ക്ക് ഷട്ട് ഡൗൺ വരാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മാത്രം, ചർച്ച ഷട്ട് ഡൗൺ ചെയ്യണം. കൂട്ടത്തിൽ എന്ത് പറഞ്ഞാലും പിണറായി വിജയനെ ഒന്ന് ചാരി പോകണം എന്നുള്ളത് അല്ല. അതുകൊണ്ടല്ല, അത് പറഞ്ഞപ്പോഴും പഴയൊരു കാര്യം പറഞ്ഞപ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞോട് കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും നമുക്ക് എനിക്ക് തോന്നിയൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല ചാനലുകളെ മലയാളിയുടെ പ്രഭാതങ്ങളെയും മധ്യാഹ്നത്തെയും സായാഹ്നങ്ങളെയും രാവുകളെയും എല്ലാം സമൃദ്ധമാക്കുന്നവരാണ് ഈ ഇരിക്കുന്നത്. നിങ്ങളെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടവും നിങ്ങൾ ഇത്രയും പേരെ ഒരു സ്ക്രീനിൽ കൊണ്ടുവന്നു എന്നുള്ളത് പ്രിയപ്പെട്ട സുനിലിന്റെയും നമ്മുടെ ഇന്ത്യൻ പ്രസ് ക്ലബിന്റെയും വലിയ നേട്ടമാണ്. അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി എന്നുള്ളത് സന്തോഷം. ആ നല്ല വാക്കുകളോടുകൂടി നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ സമയപരിമിതിയുണ്ട്. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതല്ല, അങ്ങനെ MLA ഷട്ട് ഡൗൺ ചെയ്ത് ശരിയാവും. MP ഇവിടെ ഇരിക്കുമ്പോൾ ഫോട്ടോ ഇവര് ഷട്ട് ഡൗൺ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്താലാണ് ഞങ്ങൾ. ഇവിടെ മാധ്യമ പ്രവർത്തകരെ ഇവിടെ ഒരു കൂട്ടായ്മ സത്യത്തില് മിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ അധികം നല്ല സന്തോഷത്തോടും ആഹ്ലാദത്തോടും വളരെ സുതാര്യമായും സരസമായും ഒക്കെയാണ് നമ്മുടെ പ്രസ് ക്ലബ്ബ് ഇതിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരോടൊപ്പം ഞങ്ങൾക്ക് 2 ജനപ്രതിനിധികൾക്കും വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെ വിളിച്ചതിലും ഈ പരിപാടിയിലേക്ക് 3 തവണ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെയധികം നന്ദിയുണ്ട്. ഈ ഒരു വൈവിധ്യമാണ്, അതായത് വ്യത്യസ്തമായ കോണുകളിൽ വ്യത്യസ്തമായ രീതികളിൽ ഒക്കെ കഴിവ് തെളിയിച്ചവരാണ് ഈ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ. സീനിയർ ഉൾപ്പെടെ പുതുമുഖങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരും. നിങ്ങളിൽ ഓരോരുത്തരിലും ഒളിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയമുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ഇത്രയേറെ ഐക്യത്തോടുകൂടി നിങ്ങൾ നല്ല കൂട്ടായ്മ 20 വർഷം തികച്ച ഈ ഗംഭീര കൂട്ടായ്മ വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനം. ഇത് തീർക്കാൻ ആരും സമ്മതിക്കുന്നില്ല. കൂടുതൽ ചോദ്യങ്ങളുണ്ട്. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആശാ മാത്യു ഒരു ചോദ്യം കൂടി, അതോടുകൂടി ആശ തന്നെ വൈൻഡപ്പ് ചെയ്യും. വളരെ heated and interesting topics ആയിരുന്നു. അപ്പോൾ I was a good listener. So I have one last question. ഒരുപാട് ചാലഞ്ചസിന്റെ കാര്യം പറഞ്ഞു, ഭയങ്കര ഹീറ്റഡ് ആണ് ഈ ലൈഫിനെ പറ്റി പറഞ്ഞു. Have any of you thought of a second option or thought otherwise? സുജയ്ക്ക് എന്നെ കൊടുക്കാണ്. കരിയറിൽ ഇനി എന്തെങ്കിലും സെക്കൻഡ് തോട്ട് ഉണ്ടോ? ഇതല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. തൈമറ്റൻ ചോദിച്ചതിന്റെ വേറൊരു വേർഷൻ. സുജയ സിനിമയിലേക്ക് പോകും. സിനിമയിലേക്ക് പോകുന്നു. സിനിമ എനിക്ക് ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്, രാഷ്ട്രീയം ഇഷ്ടമാണ്, സാഹിത്യം ഇഷ്ടമാണ്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ചിലപ്പോൾ ചൂസ് ചെയ്തു. ഞാനിപ്പോ ഇങ്ങനെ ചെയ്യാം. എന്തെങ്കിലും സെക്കൻഡ് തോട്ട്സ് ഉണ്ടായിട്ടുണ്ടോ കരിയറിനെ കുറിച്ച്? ഇല്ല, കുറച്ച് എന്താ പറയുക, ഈ ന്യൂസുമായിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് മാറി നിൽക്കണമെന്നൊരാഗ്രഹം. ഈ പണി അറിയാതെ ഒരു പണി അറിയില്ല, ഈ പണി മാത്രമേ അറിയുള്ളൂ. എങ്ങോട്ട് ചോദിക്കാനാണ്?